ഭയങ്കര ഒരു അടിപൊളിയായിട്ട് തോന്നിച്ചൊരു കാര്യമാണ് അവിടുത്തെ കറൻസി, യു കെയിലത്തെ കറൻസി. ഞാൻ ഇവിടെ ചിക്കിങ് തുടങ്ങിയാലോ എന്ന് ആലോചിച്ചുണ്ട് യു കെയിൽ. ഇത് കേൾക്കുമ്പോൾ തന്നെ യു കെയിലോട്ട് പോകുന്ന പലരും വിചാരിക്കും as soon as you get there you become rich എന്നൊരു ഫീലിംഗ് ആണ്. ഇറ്റ്സ് ജസ്റ്റ് എ ഫീലിംഗ് rather than trying to save, try to make more money. ഇതൊരു ബിഗ് സംഭവമാണ് കേട്ടോ. ടെനന്റ് റൈറ്റ് ഇത് മോന്റെ 1% ക്ലബിൽ കയറുന്ന ശേഷമാണ് ഞാൻ പഠിക്കുന്നത്. Let's say you're coming to the UK as a visitor, ഒരു ടൂറിസ്റ്റ് ആയിട്ട് വരികയെന്ന് വെച്ചോ, you should definitely compare. ഇതാണ് വേറൊരു കാരണം. ഐ ഡോണ്ട് റെക്കമെൻഡ് ടു സെറ്റിൽ ഡൗൺ ഇൻ യു കെ. So Sali, very warm welcome to the podcast, which is not a formal one at all. It's just a casual conversation. So നമ്മൾ എന്താ പറയുക, നമുക്ക് ഞാൻ നേരത്തെ പോഡ്കാസ്റ്റിലും പറഞ്ഞതാണ്, നമ്മൾ എൻ്റെ സെയിം വാല്യൂസ്, എൻ്റെ സെയിം തിങ്കിങ് മെൻറ്റാലിറ്റി, ഞാൻ ആക്ഷൻ എടുക്കുന്ന പോലെ എടുക്കുന്ന, ഇതെല്ലാം ഒത്തുവരുന്ന ആൾക്കാരുമായിട്ട് മാത്രമേ എനിക്ക് പോഡ്കാസ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. റാൻഡം ഒരാളുമായിട്ട് സംസാരിച്ചാൽ നമ്മളെ വാല്യൂസുമായിട്ട് മാച്ച് ആവത്തില്ല. സോ ദാറ്റ്സ് നോ പോയിൻ്റ് അതിനകത്ത്. അതുകൊണ്ടാണ് ഞാൻ ക്ലബിലെ ആൾക്കാർ മാത്രമായിട്ട് ഞാൻ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഐ നീഡ് ടു ലേൺ സംതിങ് ഫ്രം ദം. വേറെ എന്തെങ്കിലും ഒരു ഫീൽഡിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരാളായിരിക്കണം. അപ്പം സാലി, ഹൗ വുഡ് യു ഡിസ്ക്രൈബ് യുവർ റോളോ? ഇപ്പോൾ സാലി എന്തൊക്കെയാണ് ചെയ്യുന്നത്, യുവർ ബിസിനസ്, വാട്ട് സോർട്ട് ഓഫ് ആക്ഷൻസ് ആർ യു ടേക്കിംഗ് ടു മേക്ക് an extra income? അല്ലെങ്കിൽ എന്താ പറയുക, സാലി ഇപ്പം യു കെയിൽ വന്നിട്ട് എത്ര നാളെ, അതുപോലെ ഒരു ബ്രീഫായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നേ കൊള്ളായിരുന്നു. ഞാനിപ്പോൾ വന്നിട്ട് 6 years ആയി. ആൻഡ് ഞാൻ വന്നത് സ്റ്റുഡൻറ് വിസയിലാണ്. ഇപ്പം പഠിച്ചു കഴിഞ്ഞു, ഗ്രാജുവേറ്റ് ആയി. ആൻഡ് വി ഹാവ് എ ഫാമിലി ബിസിനസ് ഹിയർ. അപ്പം ഐ എം പാർട്ട് ഓഫ് ദാറ്റ് ഫാമിലി ബിസിനസ്. ഓൾസോ ലൈക്ക് ഇപ്പം എൻ്റെ ബിസിനസ്സിലുള്ള ഒരു ബ്രദറുണ്ട്. ഹീസ് ലൈക്ക് എൻ്റെ ഒരു ബിഫോർ ആ പുള്ളിയാണ് എൻ്റെ മെന്റർ മാതിരിയുള്ളത്. പുള്ളി യു കെയിലുണ്ട് ഇപ്പോൾ. he did his studies and all in America. പുള്ളി ലൈക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ആയിട്ട് ലൈക്ക് ദ മെന്റാലിറ്റി ദാറ്റ് ഐ ഹാവ് റൈറ്റ് നൗ ഇസ് ത്രൂ ആ പുള്ളിയുടെ ഒരു ഇതിൽ നിന്ന് കിട്ടിയതാണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പം വി ആർ ഡൂയിങ് ലൈക്ക് എ സൂപ്പർ മാർക്കറ്റ് ബിസിനസ്. അപ്പം അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതും യു കെയിൽ തന്നെയാ? അതും യു കെയിലാണ്. അടിപൊളി. അപ്പം അത് ഒരു സൈഡിൽ കൂടെ അതാണ് അതിന്റെ ഒരു പാർട്ടാണ് ഞാൻ. ആൻഡ് അതിന്റെ കൂടെ ഐ വാസ് ലൈക്ക് വേറെ എന്ത് നമുക്ക് സൈഡ് ഇൻകം കിട്ടും എന്നൊക്കെ നോക്കാനായിട്ട് ഐ ജസ്റ്റ് വോണ്ട് ലൈക്ക് എന്താ പറയാ, ഈവൻ ഹി ഈസ് ലൈക്ക് ദാറ്റ്, ലൈക്ക് കുറെ കാര്യങ്ങൾ അറ്റ് ദ സെയിം ടൈം ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കും അങ്ങനത്തെ കുറെ ലൈക്ക് ഓക്കെ അങ്ങനെ പുള്ളിന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈവൻ വി ക്യാൻ എന്നുള്ള രീതിയിൽ ഐ വാസ് ട്രൈങ് ടു ഫിഗർ ദിസ് ഔട്ട്. അങ്ങനെ ഞാൻ ഞാൻ ഇങ്ങനെ ഓരോരുത്തരെയും ഫോളോ ചെയ്തു. അങ്ങനെയാണ് ഞാൻ മോയിന്റെ അടുത്തോട്ട് വരുന്നത്. ഞാൻ ഇതിന്റെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വേറൊരു മെന്റർഷിപ്പിൽ പോയി പണി കിട്ടി, എന്നിട്ടാണ് മോയിന്റെ ഇതിൽ വരുന്നത്. And but like I said to others in 1% club, ഇതില് വന്നതിന് ശേഷം the value I got 1% ക്ലബിലും മറ്റേലും കിട്ടിയതിനെ കമ്പയർ ചെയ്യുമ്പം ഇറ്റ്സ് വേ ഡിഫറെന്റ്. ലൈക്ക് രാവും പകലും തമ്മിലുള്ള വ്യത്യാസം. that is one thing. അപ്പം ഇത് ഇപ്പൊ അറ്റ് ദ മൊമെന്റ് ഞാൻ ഈ പ്രോപ്പർട്ടി കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനൊക്കെ ശ്രമിക്കുകയാണ്. മറ്റേത് ഫാമിലി ബിസിനസ് ഓൺ ദ സൈഡ് ഉണ്ട്. ഇത് അതിന്റെ സൈഡിലായിട്ട് ഐ എം ട്രൈങ് ടു ഡു ഇറ്റ്. ഓക്കെ. ആൻഡ് ആർ യു പ്ലാനിങ് ടു സ്റ്റേ ഇൻ ദി യു കെ? എന്നിട്ട് ഇപ്പോൾ ഈ ചെയ്യുന്ന ബിസിനസ്സും കാര്യങ്ങളും ഗ്രോ ചെയ്ത് മുന്നോട്ടേക്ക് പോയി യു കെയിൽ തന്നെ സെറ്റിൽ ആവാൻ തന്നെയാണോ പ്ലാൻ, അതോ ഫർദർ വേറെ പ്ലാൻസ് എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ? നോട്ട് റിയലി. നമ്മൾ ആരും ഇവിടെ യു കെയിൽ സെറ്റിൽ ആവാൻ പ്ലാൻ ഇല്ല. ഐ വുഡന്റ് സേ യു കെ ഈസ് ലൈക്ക് സെറ്റിൽ ഡൗൺ ആവാൻ പറ്റിയ ഒരു പ്ലേസ് ആണെന്ന് തോന്നുന്നില്ല യു കെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്ന? ഫാമിലി വൈസ് ലൈക്ക് ഇവിടെ എന്താ പറയാ, വിന്റർ സമ്മർ എന്നുള്ളൊരു ഇതിലാണ് ഇവിടെ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. വിന്റർ ഇസ് വെരി ഡെഡ് ഹിയർ. ആരും ലൈക്ക് പുറത്തു വരത്തില്ല. വെരി ഡിപ്രസ്ഡ് കൈൻഡ് ഓഫ് പ്ലേസ്. നേരെ മറിച്ച് ലൈക്ക് ബിക്കോസ് ഞാൻ സൗദിയിലാണ് ജനിച്ചു വന്നത്. ഐ വാസ് ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ സൗദി. അപ്പം I have a thing towards GCC countries, especially, and also the people there. Angante ellam like it suits you. And my aim is to go settle down in Dubai or Dubai. Happening place ആണ്. It makes you want to do things. ഇവിടെയും അങ്ങനെ അല്ലെന്നല്ല. ഇവിടെ ഞാൻ കണ്ടിട്ട് ഐ ഫെൽ ലൈക്ക് ബിസിനസ് വൈസ്
ടു സെറ്റ് തിങ്സ് അപ്പ്, അത് സ്ട്രീം ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി UK ആണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ there is restrictions, നിയമം, അത് ഇത്, ആൻഡ് സ്ട്രീം ലൈൻ ആയാൻ പറ്റത്തേ ഇല്ല. സ്ട്രീം ലൈൻ ചെയ്തിട്ടും കാര്യമില്ല, കാരണം അതിന്റെ മുകളിൽ വേറെ എന്തെങ്കിലും കയറി വരും. ഇവിടെ സ്ട്രീം ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് നടന്നു, യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സത്യമാണ്, സാലി പറഞ്ഞ കറക്റ്റാണ്. അപ്പം ഈ ഒരു മെൻറ്റാലിറ്റിയിലായിരുന്നു കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാനും മുന്നോട്ടേക്ക് പോയത് തന്നെ. എനിക്ക് പക്ഷെ അന്ന് എനിക്ക് ഒബ്വിയസ്ലി UK കംപ്ലീറ്റ്ലി സെറ്റിൽ ചെയ്യാനായിരുന്നു എൻ്റെ ഒരു പ്ലാൻ 5 years ago. പക്ഷേ നമ്മൾ വന്ന പ്ലാനൊക്കെ വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു, അതൊന്നുമല്ല നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഐ വുഡ് സേ അത് നമുക്ക് വരുന്ന സിറ്റുവേഷൻ അനുസരിച്ച് പിവറ്റ് ചെയ്ത് കറക്റ്റായിട്ടുള്ള എന്താണോ അത് നമ്മൾ ചെയ്യാം. അല്ലാതെ ഞാൻ ആദ്യം ഇതാണ് പ്ലാൻ ചെയ്ത് വെച്ചത്, ഞാനിതേ ചെയ്യത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യില്ല, അങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കാണുമ്പം എല്ലാം ചെയ്യണം. പിന്നെ എനിക്കും ലോങ് ടേം ആയിട്ട് UK സെറ്റിൽ ആവാൻ ഫേർദർ ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു 1.5 വർഷത്തിലാണ് എനിക്ക് ഈ ചേഞ്ച് ഓഫ് പ്ലാനൊക്കെ വന്നത്. അപ്പോൾ അതുവരെയും ഞാൻ കംപ്ലീറ്റ്ലി UK ബേസ്ഡ് ആയിരുന്നു. എനിക്ക് ഈവൻ നൗ ഞാൻ UK നിൽക്കാറുണ്ട്, എല്ലാ വർഷവും കുറച്ച് നാൾ UK ഞാൻ നിൽക്കാറുണ്ട്. അപ്പം അതും ഈ ഒരു ബിസിനസ് കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെ തടയില്ല. പ്ലഷർ വൈസ് വളരെ ചുരുക്കമാണ്. ഞാൻ കഴിഞ്ഞ 1-2 വർഷമായിട്ട് പ്ലഷർ വൈസ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി പറയേണ്ട കാര്യമേ ഇല്ല. എല്ലാം ബിസിനസ് പർപ്പസിന് ഞാൻ വരുന്നതേ ഉള്ളൂ. അപ്പം ലോങ് ടേം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കഴിഞ്ഞ 1 വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു 2 വർഷമായിട്ട് ക്രൈം ഭയങ്കരമായിട്ട് കൂടിയേക്കുന്നു. അപ്പം ഇത് വൈഫ് എല്ലാം ബ്രിട്ടീഷാണ്. അപ്പോൾ അവൾ അവിടെ ജനിച്ച് വളർന്ന അവിടെ നിന്ന് പോകണം എന്ന് പറയുകയാണെങ്കിൽ വെറുതെ ആയിരിക്കത്തില്ല അവർ പറയുന്നത്. അപ്പോൾ അവിടെ അവളുടെ ഫാമിലി കംപ്ലീറ്റ് അവിടെയാണ്, എല്ലാവരും അവിടെയാണ്. അപ്പം അവിടെ ഇപ്പം നിൽക്കുന്ന ആൾക്കാർ വരെ ഇത് പറയുന്നുണ്ട്. അപ്പം ഈ ക്രൈം ആയിരുന്നു വൺ ഓഫ് ദ മെയിൻ റീസൺ. അപ്പോൾ എനിക്ക് മോളുണ്ട്. അപ്പം ഞാനില്ലാത്തപ്പോഴാണെങ്കിൽ അവർക്ക് സേഫായിട്ട് ഇറങ്ങി നടക്കാനോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്, ഒരു പേടി അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇൻ കേസ് നമ്മളവിടെ ക്രൈം കുറവാണെങ്കിൽ തന്നെയും ഈ ഒരു പേടി ഉള്ളിടത്തോളം കാലം നമുക്ക് ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതായിരുന്നു വൺ ഓഫ് ദ മെയിൻ കൺസേൺ എൻ്റെത്. അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകേണ്ട ആവശ്യം വരും. അപ്പം അതുകൊണ്ടായിരുന്നു എനിക്ക് അവർ നിർത്തിയിട്ട് പോകാൻ പ്ലാനില്ല. അപ്പം ഇപ്പം എല്ലാം കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് ഞാനിപ്പം എവിടെ പോയാലും അവരുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ ആലോചിച്ചപ്പോൾ വിചാരിച്ച് എന്നാൽ പിന്നെ UK നിന്നാൽ പോരായിരുന്നോ, കാരണം എന്തായാലും അവരുമായിട്ടല്ലേ യാത്ര ചെയ്യുന്ന, അങ്ങനെ ഇപ്പം വിചാരിക്കുന്നത്. അപ്പം ഒരു ലോങ് ടേം ആയിട്ട് എനിക്കിപ്പം UK വലിയ താല്പര്യമില്ല. പക്ഷേ സാലി പറഞ്ഞ കണക്ക് അവിടെ നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 100% അല്ല, അറ്റ്ലീസ്റ്റ് ഒരു 90-95% പാസീവ് ആക്കി മാറ്റാൻ പറ്റും. എനിക്ക് ഭയങ്കര ഒരു അടിപൊളിയായിട്ട് തോന്നിച്ചൊരു കാര്യമാണ് അവിടുത്തെ കറൻസി, UK കറൻസി. ഈ കറൻസി വാല്യൂ ഇത്രയും കൂടുതലായത് കാരണം doesn't matter wherever you go, if you make money, if money comes into your bank account as GBP, ബ്രിട്ടീഷ് പൗണ്ട്സിൽ വന്നു കഴിഞ്ഞാൽ എവിടെ പോയാലും അതിന് അതിൻ്റേതായ ഒരു വിലയുണ്ട്. നമുക്ക് എല്ലാം ചീപ്പായിട്ട് തോന്നിക്കും, കാരണം കറൻസി വാല്യൂ അത്രയും കൂടുതലാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് 2000 പൗണ്ട് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിൽ വരുമ്പോൾ ആലോചിച്ച് നോക്കിയേ, 2 ലക്ഷം രൂപ ഇറ്റ്സ് നോട്ട് എ സ്മോൾ എമൗണ്ട് നാട്ടിൽ. നമ്മൾ ഇനിഷ്യലി ഒക്കെ നമ്മളിവിടെ വരുമ്പം ഡ്രസ്സ് ഇവിടെ നിന്ന് എടുക്കൂല, നാട്ടിൽ നിന്ന് എടുക്കും. അതെ അങ്ങനെ ചെയ്യും. ബിക്കോസ് അവിടെ നിന്ന് പോകുമ്പോൾ ഭയങ്കര ചീപ്പല്ലേ. കാരണം നമ്മൾ പിന്നെ ഇവിടെ വരുന്നതിന് മുമ്പ് വരെ, ബിക്കോസ് ഐ വാസ് ഇൻ സൗദി റിയാലും റുപ്പീസ് ആയിട്ട് കൺവേർട്ട് ചെയ്താണ്. ഇവിടെ വന്ന് നമ്മൾ എന്തെങ്കിലും പുറത്തുനിന്ന് മേടിക്കുമ്പോൾ പൗണ്ടായിട്ടാണ് കമ്പയർ ചെയ്യുമ്പോൾ 5 പൗണ്ടല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, അങ്ങനത്തെ ഫീല് വരും. ഈ ഒരു കമ്പാരിസൺ ചെയ്യുമ്പം ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നതാണ്, ലെറ്റ്സ് സേ യു ആർ കമ്മിങ് ടു ദ UK ആസ് എ വിസിറ്റർ, ഒരു ടൂറിസ്റ്റ് ആയിട്ട് വരികയെന്ന് വെച്ചോ, യു ഷുഡ് ഡെഫിനറ്റ്ലി കമ്പയർ, എന്തായാലും കമ്പയർ ചെയ്യണം. കാരണം എന്താ, നമ്മൾ കൊണ്ടുവരുന്ന കാശ് നാട്ടിലത്തെ കാശാണ്. ആ കാശ് നമ്മൾ ഏൺ ചെയ്തത് നാട്ടിൽ നിന്നാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് ഏൺ ചെയ്ത കാശ്, അല്ലെങ്കിൽ ദുബായിൽ നിന്ന് ദിർഹംസ്, അല്ലെങ്കിൽ സൗദിയിൽ നിന്ന് SAR കൊണ്ടുവരാൻ നേരത്ത് അത് നമ്മൾ ആ കൺട്രിയിൽ നിന്ന് ഏൺ ചെയ്ത കാശ് നമ്മൾ UK വന്ന് സ്പെൻഡ് ചെയ്യാൻ നേരത്ത് ദാറ്റ് ഈസ് എക്സ്പെൻസീവ്. എല്ലാം വില കൂടുതലാണ്, അതൊരു ഡൗട്ടും ഇല്ല. ആ സമയത്ത് കൂടുതലായിട്ട് ഫീൽ ചെയ്താൽ നമ്മൾ വാങ്ങിക്കരുത് ആ പ്രോഡക്റ്റ് എന്താണെങ്കിലും. പക്ഷേ ഇഫ് യു ലിവ് ഇൻ ദ UK ആൻഡ് ഇഫ് യു മേക്ക് മണി ഫ്രം ദ UK, അവിടുന്ന് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ യു നോട്ട് നെസസറി യു ഡോണ്ട് ഹാവ് ടു കമ്പയർ. കാരണം ആ കാശ് നമ്മൾ അവിടുന്ന് തന്നെ മേക്ക് ചെയ്തത്, അവിടുത്തെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നമ്മൾ അതിൻ്റേതായ രീതിയിൽ പേ ചെയ്യുകയാണ്. കാരണം നമുക്ക് വേറെ എവിടെയും കൊണ്ടുപോയി കൊടുക്കണ്ട, അവിടെ തന്നെ നമ്മൾ ജീവിക്കുന്നത്, മനസ്സിലല്ലോ. അപ്പോൾ അവിടുന്ന് ഏൺ ചെയ്താൽ ഇറ്റ്സ് ഫൈൻ. പക്ഷേ നാട്ടിൽ നിന്ന് ഏൺ ചെയ്ത കാശ് അങ്ങോട്ട് കൊണ്ടുപോയി ചിലവാക്കിയാൽ
കമ്പയർ ചെയ്യുക തന്നെ വേണം. പക്ഷേ ഓൾസോ വൺ മോർ തിങ്, നമ്മൾ യു കെയിൽ നിൽക്കുവാണെങ്കിലും ലെറ്റ്സ് സേ നമ്മളെ മെജോറിറ്റി ഓഫ് ദ ഷോപ്പിംഗ് നാട്ടിൽ നിന്ന് മാത്രമേ ചെയ്യത്തുള്ളൂ. അങ്ങനത്തെ ഒരാളാണെങ്കിൽ യു ഷുഡ് കമ്പയർ പ്രൈസ്. കാരണം ഒബ്വിയസ്ലി നാട്ടിൽ നിന്ന് വെച്ചാൽ വിലക്കുറവായിരിക്കുമല്ലോ, മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിക്കുന്നത്, ഇപ്പോൾ ഒബ്വിയസ്ലി ഗ്രോസറി ഒന്നും കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല, കാരണം കൊണ്ടുവരാൻ പറ്റില്ല നാട്ടിൽ നിന്ന്, അവിടെ നിന്ന് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. ബാക്കി എനിക്ക് തോന്നുന്നു ഡ്രസ്സൊക്കെ ഇപ്പോൾ സിമിലർ പ്രൈസാന്ന് തോന്നുന്നു നാട്ടിലും യു കെയിലും ഒക്കെ പലയിടത്തും. നമുക്ക് പ്രൈമാർക്ക് അവിടേക്ക് കയറി കഴിഞ്ഞാൽ 5 പൗണ്ട് 6 പൗണ്ട് 5 പൗണ്ട് 6 അത് എനിക്കൊന്നും നാട്ടിൽ പോലും ഇല്ല. 5 പൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര 500 രൂപയ്ക്ക് നാട്ടിലെവിടെ കിട്ടും? എവിടെയും കിട്ടത്തില്ല. അതിന് ഏതെങ്കിലും സ്ട്രീറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചേ പറ്റൂ. ഒരു സാധാ കടയിൽ നിന്ന് വെച്ചാൽ 500 രൂപയ്ക്ക് എവിടെ നിന്ന് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതുവരെ വാങ്ങിച്ച ഒരു ഉടുപ്പ് എനിക്ക് ആ ഒരു പ്രൈസിനൊന്നും എനിക്ക് കിട്ടും. ഞാൻ എന്താ ഇട്ടേക്കുന്ന ട്രൗസർ പ്രൈമാക്കിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നു 4 പൗണ്ടിനോ 3 പൗണ്ടിനാണ് ഞാൻ ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. അതാ അതിരിക്കും ലാസ്റ്റ് ചെയ്യും, ഒരു കുഴപ്പമില്ല. പിന്നെ ഇൻ കേസ് ചീത്ത എടുത്ത് കളഞ്ഞാൽ മതി, 3 പൗണ്ടല്ലേ ഉള്ളൂ, പ്രശ്നമില്ലല്ലോ, മനസ്സിലായില്ല. അല്ലാതെ അയ്യോ ഇത് ചീത്ത വെറുതെ എനിക്കിത് 10-15 വർഷം യൂസ് ചെയ്യണം എന്ന് പറയുന്നൊരു കാര്യമല്ലല്ലോ ഇത്, മനസ്സിലായില്ലേ? സ്റ്റിൽ 15 വർഷമായിട്ടുള്ള ഉടുപ്പൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. എന്നിട്ടും ഞാൻ ചീത്തായില്ലെങ്കിൽ ഞാൻ കളയത്തില്ല. ഞാൻ അങ്ങനെ കേട്ടോ, ഞാൻ വെറുതെ ഒന്നിൽ വെരി റയർലി ഞാൻ അധികം വാങ്ങിക്കാറില്ല. പക്ഷെ വാങ്ങിക്കുമ്പം ഞാൻ നല്ലപോലെ പിക്ക് ചെയ്ത് മാത്രം എടുക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഇട്ട് നോക്കി ഹാപ്പിയാൽ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. അപ്പം ഡ്രസ്സ് എനിക്ക് തോന്നുന്നു നാട്ടിലാണ് വില കൂടുതൽ, യു കെയിൽ തന്നെ കാട്ടി പല കടകളിൽ. പക്ഷേ ഒബ്വിയസ്ലി വില H&M, സാറ, നെക്സ്റ്റ് ഇവിടേക്ക് പോയാൽ ഡെഫിനറ്റ്ലി വില കൂടുതലാണ് നാട്ടിലുള്ളതിനെ കാട്ടിയും. അപ്പം അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി നാട്ടിലായിരിക്കും ചീപ്പർ. നാട്ടിൽ മേ ബി ബ്രാൻഡ്സ് നമുക്കൊന്നും കൂടെ വില കുറഞ്ഞ് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് കണക്കിന് ഇപ്പോൾ തന്നെ നമ്മൾ ഈ ജസ്റ്റ് ഫോൺ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോണിന് 14 Pro Max 1 TB എനിക്ക് യു കെയിൽ 1600 പൗണ്ട് കണ്ടേ ആയത്. ഈ സെയിം പ്രൈസ് തന്നെയാണ് നാട്ടിലും, വ്യത്യാസമൊന്നുമില്ല. മേ ബി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറും, ഒരു 10,000 വല്ലതും കൂടി പോയാൽ. ഈ 1600 പൗണ്ട് വിച്ച് ഇസ് ഓൾമോസ്റ്റ് സെയിം ആസ് 1.6 lakh. നാട്ടിൽ 1.6 lakh കൊടുത്ത് ഒരു ഫോൺ വാങ്ങിക്കണമെങ്കിൽ 1.6 lakh ഏൺ ചെയ്യണമെങ്കിൽ എത്ര ആളെടുക്കും? ഒരു സാധാ ജോലി ചെയ്യുന്ന ഒരാൾ. യു കെയിൽ ലെറ്റ്സ് സേ ഒരു ക്ലീനിങ് ജോബ് ചെയ്യുന്നു, അല്ലെങ്കിൽ കെയർ അസിസ്റ്റൻറ്റ് ജോബ്, ഇതെല്ലാം ഒരു ബേസിക് ആയിട്ടുള്ളൊരു 9 pound to 15 pound per hour കിട്ടുന്ന ഏതാണെങ്കിലും യു സ്റ്റിൽ മേക്ക് 2,500 pound. മനസ്സിലായില്ലേ? യു ക്യാൻ ഈസിലി ബൈ എ ഫോൺ, ഒരു പാടുമില്ല ഇത് വാങ്ങിക്കാനായിട്ട്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, സെയിം പ്രോഡക്റ്റ് സെയിം പ്രൈസ്. നാട്ടിൽ വാങ്ങിക്കാൻ പർച്ചേസ് പവർ കുറവാണ്, യു കെയിൽ പർച്ചേസ് പവർ കൂടുതലാണ് ആൾക്കാരുടെ. ഇത് കേൾക്കുമ്പോൾ തന്നെ യു കെയിലോട്ട് പോകുന്ന പലരും വിചാരിക്കും as soon as you get there you become rich എന്നൊരു ഫീലിംഗ് ആണ്. ഇറ്റ്സ് ജസ്റ്റ് എ ഫീലിംഗ്. പൈസ ഒരു ഫീലിംഗ് മാത്രമാണ്, മനസ്സിലായില്ലേ? അതൊരു ഫീലിംഗ് മാത്രമാണ്. അപ്പം ഒബ്വിയസ്ലി യു ക്യാൻ ബൈ മോർ എക്സ്പെൻസീവ് സ്റ്റഫ്, പക്ഷേ വാട്ട്സ് ഇൻ യുവർ പോക്കറ്റ് അത് കഴിഞ്ഞിട്ട് ഒന്നുമില്ല, മനസ്സിലായില്ലേ? അതാണ് മെയിൻ കാര്യം. അപ്പം നാട്ടിൽ തിരിച്ചാ, ഇപ്പോൾ ഈ സെയിം സാലറി നാട്ടിൽ കിട്ടുന്നയാൾ ഈ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ബാക്കി വരുന്ന സാലറിയിൽ ബാക്കിയുള്ള കാശ് വെച്ച് ഹീ ക്യാൻ ലിവ് ഫോർ 1 month പിന്നെയും വേണമെങ്കിൽ. കാരണം എക്സ്പെൻസ് കുറവാണ്, യു കെയിൽ അത് പറ്റത്തില്ല. അപ്പോൾ അതും കൂടെ ആലോചിക്കണം, മനസ്സിലായില്ല? അപ്പോൾ യു കെയിൽ പർച്ചേസ് പവർ കൂടുതലാണ്, പക്ഷേ ഈ പറഞ്ഞ എന്താ പറയുക എല്ലാം അതെ ഒന്നും കാണില്ല. അല്ല കയ്യിലൊന്നും കാണൂല എന്നല്ല, കയ്യിൽ നിന്ന് അങ്ങോട്ട് ഇടണം ബാക്കി കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്, മനസ്സിലായി? അതെവിടുന്നാ വരുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരു ഞാൻ ഇവിടെ വന്നപ്പം ബിക്കോസ് ഐ ഹാവ് സീൻ കുറെ ഫാമിലീസിനെ കണ്ടപ്പം അവരെല്ലാം വർക്ക് ചെയ്യുന്ന ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്ന എല്ലാവരും ഫാമിലി ആയിട്ട് വരുന്നത് ഇതാണ് വേറൊരു കാരണം. ഐ ഡോണ്ട് റെക്കമെൻഡ് ടു സെറ്റിൽ ഡൗൺ ഇൻ യു കെ ബിക്കോസ് ഈ എക്സ്പെൻസും കാര്യങ്ങളും ടു മച്ച് ആയതുകൊണ്ട് ടു മീറ്റ് ദാറ്റ് എക്സ്പെൻസസ് ഹസ്ബൻഡ് ഇസ് വർക്കിംഗ്, വൈഫ് ഇസ് വർക്കിംഗ്, കിഡ്സ് ആർ വർക്കിംഗ്. ഹസ്ബൻഡ് രാവിലെ ആയിരിക്കും വർക്ക് ചെയ്യാം, രാവിലെ പോയി തിരിച്ചു വരുമ്പം വൈഫ് വർക്ക് ചെയ്യാൻ പോകും. ഇവർ രണ്ടുപേരും ടൈമിന്റെ അകത്ത് ആയിരിക്കൂല സണ്ണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവരാരും അവരെ തമ്മിൽ പരസ്പരം കാണാറേ ഇല്ല. ആൻഡ് വല്ലപ്പോൾ വീക്കെൻഡിലോ എല്ലായിരിക്കും ഇവർ കാണുന്നത്. അല്ലാതെ അവർക്ക് ഒരു മീറ്റ് ചെയ്ത് ഒരു ടൈം അങ്ങനെ ഇല്ല. ആൻഡ് ഈ മദറും ഫാദറും സണ്ണും തമ്മിൽ ആ റിലേഷൻഷിപ്പും നോട്ട് ദാറ്റ് ഗ്രേറ്റ് ബിക്കോസ് ഓഫ് ദിസ്. അങ്ങനെ ഞാൻ കുറെ അടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പം
അതും വേറെ റീസൺ ആണ്. ഇവിടെ സെറ്റിൽ ഡൗൺ ആവണ്ട എന്ന് തീരുമാനിക്കാനുള്ള കാരണങ്ങളിലും അല്ല, കാരണം അങ്ങനെ ജീവിച്ചിട്ടൊരു കാര്യമില്ല. അതുകൊണ്ടാണ് മെയിൻലി യുനോ നമുക്ക് നാട്ടിൽ സൈക്കാട്രിസ്റ്റ് ഇല്ലേ, സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് നാട്ടിൽ വരുന്ന കേസസ് ഈ ഭയങ്കര ബേസിക് ആയിട്ടുള്ളതൊന്നുമല്ല. യുനോ എന്തെങ്കിലും ഒരു പ്രോപ്പർ ഇഷ്യൂ ഉള്ള ആൾക്കാരാണ്, പല പല കേസസ് ഉള്ള ആൾക്കാരാണ് വരുന്നത്. UK സൈക്കാട്രിസ്റ്റിനെ കാണാൻ വരുന്ന കേസസ് നോർമൽ ഡിപ്രഷൻ, ആൻസൈറ്റി, രാവിലെ ജോലിക്ക് പോകാൻ മടി, ലൈക്ക് യുനോ ഇങ്ങനത്തെ ചെറിയ ഇത് ഭയങ്കര ചെറുതായിട്ട് ഞാൻ പറയുന്നില്ല, അത് സീരിയസ് ഇഷ്യൂ ആയിട്ട് മാറുന്നതാണ്. എന്നാലും ഇതേണക്കത്തെ കേസസാണ്. അപ്പം ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അപ്പം കാരണം ഇഫ് യു ആർ നോട്ട് വർക്കിംഗ് ബേസിക്കലി നമുക്ക് ഒന്നും നടക്കത്തില്ല, ഒന്നും പറ്റത്തില്ല UK. അങ്ങനത്തെ ഒരു സിനാരിയോയിലാണ്. അൺലെസ് യു ക്ലെയിം ഫോർ എനി ബെനിഫിറ്റ്സോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ മാത്രം വെറുതെ ഇരിക്കാം എന്നേ പറ്റൂ. അതിനും അവർ കുറേ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഇത് പല മലയാളീസും ഫേസ് ചെയ്യുന്നുണ്ട് UK. എനിക്കൊന്ന് വർക്ക് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷേ ഫാമിലി ലൈഫ് ഐ ഡോണ്ട് റിയലി തിങ്ക്. ബാച്ചിലർ ആണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ. നമുക്ക് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാം. നമുക്കൊരു ചീപ്പായിട്ടുള്ളൊരു അക്കോമഡേഷൻ നോക്കിയാൽ മതി. ഒട്ടും ലക്ഷ്യം വേണ്ട, ചീപ്പസ്റ്റ് കണ്ടുപിടിക്കുക, അവിടെ നിൽക്കുക, മാക്സിമം വർക്ക് ചെയ്യുക, പൈസ ഉണ്ടാക്കുക. നോ നീഡ്സ് ടു നോ നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ എത്രയുണ്ട്, നമ്മൾ എത്ര ഉണ്ടാക്കുന്ന ആരും അറിയേണ്ട ഒരു കാര്യമില്ല. ഞാനൊക്കെ നിന്ന സ്ഥലത്ത് എൻ്റെ കട്ടിലിൻ്റെ സൈഡിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട്, അവിടെ ഒരു അലമാരയുണ്ട്, ഒരു ടേബിളും ഉണ്ട്. നിസ്കരിക്കാൻ സ്ഥലമില്ല, ബട്ട് കട്ടിൻ്റെ മുകളിൽ കയറി ഞാൻ നിസ്കരിക്കുന്നത്. ഞാൻ ചെന്ന സമയത്ത് 5 വർഷം മുന്നേ അതിന് മുകളിൽ നിന്ന് നിസ്കരിക്കുന്നത്. കോമൺ ബാത്റൂമായിരുന്നു, പക്ഷേ നല്ല ക്ലീൻ ആയിരുന്നു. 600 പൗണ്ടായിരുന്നു റെൻറ്റ്. അപ്പം നേരെ അതിന് മേലെ കയറി നിന്ന് നിസ്കരിക്കും, താഴെ ഇരിക്കും, പഠിക്കും, കാര്യങ്ങൾ ചെയ്യും, അപ്പം ഇതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇതൊന്നും ഒരു ഇഷ്യൂ ഇല്ല. നമുക്ക് മാനേജ് ചെയ്യാം. ഞാനൊക്കെ കഴിക്കാൻ നേരത്ത് ആകെ കാണുന്നത് അന്നേ എൻ്റെ പ്രോപ്പർട്ടി എൻ്റെ തലയിൽ കയറിയതായിരുന്നു. അതിനൊരു രജിസ്റ്റർ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ അത് പറയാം എങ്ങനെയാണ് തലയിലേക്ക് കയറിയെന്ന്. ഞാൻ ബേസിക്കലി ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ UK വന്നത്. അപ്പം എനിക്ക് വേറൊരു ഫീൽഡ് സ്പോർട്സ് സയൻസ് താല്പര്യമുള്ള ആളായിരുന്നു. അങ്ങനെ അത് പഠിച്ച് അതും കഴിഞ്ഞ് നമുക്കൊരു എക്സാം ഉണ്ട്, പ്ലാബ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ എഴുതിയാലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പ്ലാബ് എക്സാം ഉണ്ട്. അപ്പം ഇതൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു നമ്മൾ ആക്ഷൻസും എല്ലാം. എന്നിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന കണക്ക് തന്നെ നമ്മൾ സാലറി ഗൂഗിളിൽ സെർച്ച് ചെയ്യാറുണ്ട്. നമ്മൾ അത്യാവശ്യം എല്ലാവരും നമ്മൾ ഏത് ജോബാണെങ്കിലും മറ്റൊരാളുടെ ജോബ് റോളിനെ പറ്റി കേട്ട് ആദ്യം തന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് അവരുടെ ജോബ് റോൾ അടിച്ച് നോക്കും, വാട്ട്സ് ദെയർ ആനുവൽ ഇൻകം. എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്, മനസ്സിലായി. നമുക്ക് അറിയണം ഹൗ മച്ച് ഇസ് ദി അതർ പേഴ്സൺ മേക്കിംഗ്. അപ്പം ഞാനും ഈ ജോബ് റോളിൽ അടിച്ച് നോക്കി, ഓക്കെ ഞാൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്താൽ എത്ര കിട്ടും, പിന്നെ ഇന്ന ചെയ്താൽ എത്ര കിട്ടും എന്നൊക്കെ പറഞ്ഞ് 10,000 pounds പെർ മന്തൊക്കെ കുറേ എക്സ്പീരിയൻസ് എല്ലാം ഉണ്ടെങ്കിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ ടാർഗറ്റ് ചെയ്ത് വെച്ചാൽ അപ്പോൾ ഇത്ര നാളത്തെ ഈ കോഴ്സ് കഴിഞ്ഞ് ഇത് എക്സാം എഴുതി കഴിഞ്ഞ് എനിക്ക് ഇത്ര വയസ്സാവും, ബൈ ദ ടൈം ഐ ഗെറ്റ് മാരീഡ്. അപ്പം മാരേജ് കഴിഞ്ഞ് പിന്നെ ഇത്ര കാര്യങ്ങൾ ഇത്ര നാൾ കഴിയുമ്പോൾ റഫ്ലി ഇത്ര ഇൻകം ആവും. സോ എനിക്ക് ഈ ഏജ് ആകുമ്പോഴത്തേക്കായിരിക്കും വീട് വാങ്ങിക്കാൻ പറ്റുന്നത്. എൻ്റെ ഇൻകം റെഡി ആവണമല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു 5-6 years പഠിച്ച് കഴിഞ്ഞ് ജോലി കിട്ടി വൈഫിൻ്റെ ഇൻകം കൂടെ വെച്ച് കാണിച്ചാലേ വീട് കിട്ടും. ഒറ്റയ്ക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല വീട്. അത്ര ഇൻകം ആർക്കും ഇല്ല, ജോലി ചെയ്യുന്ന ആർക്കും ഇല്ല. അപ്പം ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയിടുന്ന ആളായിരുന്നു ഞാൻ. കാരണം എനിക്ക് ഇങ്ങനെ ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. എനിക്കെല്ലാം പ്ലാൻ ചെയ്ത് ഇങ്ങനെ നോക്കണം കാര്യങ്ങൾ. എനിക്ക് എപ്പോൾ വീട് വാങ്ങിക്കാം, എപ്പോൾ കാർ എടുക്കാം, വാങ്ങിക്കുന്നെങ്കിൽ ഏത് കാറ് വാങ്ങിക്കും, ഏത് പ്രൈസിലെ കാർ എല്ലാം നോക്കി വയ്ക്കും ഞാൻ. നമ്മൾ ഗോൾസുള്ള എല്ലാം എഴുതിയിടും ഞാൻ മൊത്തം, മനസ്സിലായില്ലേ? ഞാൻ മൊബൈലിൽ നോട്ട്സിൽ ഞാൻ എഴുതിയിടും. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ടാർഗറ്റ് ചെയ്യും. കാറിൻ്റെ പ്രൈസ്, വീടിൻ്റെ പ്രൈസ്, വീടിൻ്റെ ലൊക്കേഷൻ, കിട്ടുന്ന ജോലി, ആനുവൽ ഇൻകം, മന്ത്ലി എക്സ്പെൻസ്, ബിൽസ്, ബാക്കി സേവിങ് എത്രയുണ്ട്, ഇതെല്ലാം ഞാൻ എഴുതിയിടും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിരുന്നപ്പം ഞാൻ 595 ആയിരുന്നു റെൻറ്റ്. ഞാനല്ല, വാപ്പ എൻ്റെ റെൻറ്റ് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സൗകര്യമായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പം വാപ്പയായിരുന്നു കൊടുക്കുന്നത്. അപ്പം വാപ്പ ഇവിടുന്ന് UK അയച്ചു തരും. ടാക്സ് വരെ ഉണ്ട്, അതുവരെ കഴിഞ്ഞിട്ട് വാപ്പ ഇങ്ങനെ സ്റ്റിൽ ഫീസും കൊടുത്ത് എല്ലാം ചെയ്യുന്നുണ്ട് വാപ്പ. അപ്പം അൽഹംദുലില്ലാ ആ കാര്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു സൗകര്യമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ഒരു ദിവസം നമ്മളെ ലാൻഡ് ലോഡ് അവിടെ വന്ന്, ഒരു ലാൻഡ് ലേഡി, ഒരു അമ്മുമ്മയായിരുന്നു, വെള്ളക്കാരത്തിയായിരുന്നു പുള്ളിക്കാരത്തി, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ ഞാൻ UK ഫസ്റ്റ് ടൈം എത്തുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഫോണിൽ കൂടെ വീഡിയോ കോൾ ചെയ്ത് എനിക്ക് അക്കോമഡേഷൻ തന്ന ആളാണ്, വിത്തൗട്ട് എനി റെഫറൻസ്, നോ ചെക്സ്, നത്തിങ്. അപ്പം അവരെനിക്ക് തന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരെനിക്ക് അക്കോമഡേഷൻ തന്നു. ഞാൻ അവിടെ ചെന്ന് അവരെ മീറ്റ് ചെയ്തു.
അവർ വന്ന് ഒരു ഗോൾഡ് ചെയിൻ, മാല, ഇഷ്ടംപോലെ മോതിരം, ഭയങ്കര സ്യൂട്ടൊക്കെ ഇട്ട് ഭയങ്കര ഒരു ഗെറ്റപ്പിലൊക്കെ അവർ വന്ന് നോക്കിയിട്ട് പോവും. അപ്പോൾ സംസാരിക്കുമ്പോൾ എല്ലാവരുമായിട്ട് നോക്കും ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് പോകും. അപ്പോൾ ഞാൻ എൻ്റെ അപ്പുറത്തെ റൂമിലുണ്ടായിരുന്ന ഒരു വെള്ളക്കാരൻ, പുള്ളിയായിട്ട് ജെയിംസ് എന്ന് പറഞ്ഞു, ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ച് നിന്നപ്പോഴാണ് അറിഞ്ഞത് ഈ ലാൻഡ് ലേഡിക്ക് 9 വീടുണ്ട്, 9 ഹൗസസ്. പിന്നെ അവർ ഭയങ്കര റിച്ചാണ്, അങ്ങനെ ഇങ്ങനെ കേട്ട് 9 വീട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. 9 വീട് ഈ ഞങ്ങൾ താമസിച്ച വീട് എല്ലാ റൂം HMO ബേസിസിൽ അവർ കൊടുത്തേക്കുന്നത്. അപ്പം 9 വീട് ഉണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞ് കേട്ടപ്പം അടുത്ത വീട് വാങ്ങിച്ച്, കുറച്ച് നാൾ കഴിഞ്ഞ് കേട്ടപ്പം 11 വീടായി. ഞാൻ തന്നെ ആലോചിച്ച് ഇവരിത് ഇങ്ങനെ വീട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ച് എന്നാ ഒന്ന് കണക്കൂട്ടി നോക്കാം എന്ന് വിചാരിച്ച്. ഞാൻ കൊടുക്കുന്നത് 595 പൗണ്ട്. എൻ്റെ റൂമായിരുന്നു ആ വീട്ടിൽ സ്മോളസ്റ്റ് റൂം. 4 റൂം ഉണ്ടായിരുന്നു, എൻ്റെ സ്മോളസ്റ്റ്. പിന്നെ ഒരു 650, 700, 750 അങ്ങനെയായിരുന്നു റെൻറ്റ്. അപ്പം ഞാനിങ്ങനെ ടോട്ടൽ എടുത്ത് നോക്കി, അവർക്ക് നമ്മളെ വീട്ടിൽ നിന്ന് മാത്രം 2500-3000 പൗണ്ട് കിട്ടുന്നുണ്ട്. ഇതിൽ നിന്ന് അപ്പോൾ എന്താണ് ആക്ച്വലി ഇവർക്കുള്ള എക്സ്പെൻസ്? എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ, ഒന്നും അറിയത്തില്ല. മോഗേജിനെ പറ്റി ഒന്നും എനിക്കറിയത്തില്ല. അവസാനം ഞാൻ എൻ്റെ വൈഫിൻ്റെ ഉമ്മാടുത്ത് ചോദിച്ച്, പുള്ളിക്കാരത്തേക്ക് നല്ലപോലെ ഇതിനെ പറ്റിയൊക്കെ അറിയാം. അങ്ങനെ ചോദിച്ച് മോഗേജ് എന്ന സംഭവമുണ്ട്, നമുക്ക് ലോണാണ് മോഗേജ്, നമ്മൾ അപ്ലൈ ചെയ്യും, എന്നിട്ടാണ് വീട് കിട്ടുന്നത്, മോഗേജ് പേയ്മെൻറ്റ്സ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ഞാൻ അപ്പോഴാണ് അതിനെപ്പറ്റി ഇതിനൊക്കെ അറിയുന്നത്. പിന്നെ ഇതിൻ്റെ കാൽക്കുലേഷൻ പഠിക്കണം എനിക്ക്, എങ്ങനെയാണ് ഇവരുടെ എക്സ്പെൻസ് എത്രയെന്ന് അറിയാനുള്ള എനിക്ക് എൻ്റെ മൈൻഡിൽ എപ്പോഴും ഇത് തന്നെയാണ്, എത്രയാണ് ഇവരുടെ മന്ത്ലി എക്സ്പെൻസ് എന്നുള്ളത് അറിയാൻ വേണ്ടി ഞാൻ നെറ്റിൽ നോക്കി നെറ്റ് യൂട്യൂബൊക്കെ ഇങ്ങനെ ഇനി കാണാൻ വീഡിയോസൊന്നും ബാക്കിയില്ലായിരുന്നു കാണും ആ ഒരു സമയത്ത്. മൊത്തം കണ്ടിട്ട് ലാസ്റ്റ് ഞാൻ ഫിഗർ ഔട്ട് ചെയ്തു സംഹൗ, എന്തൊക്കെയോ റഫ് ഐഡിയ കിട്ടി, ഫുൾ ക്ലാരിറ്റി കിട്ടിയില്ല. അങ്ങനെ മനസ്സിലായി ഓക്കെ ഒരു ഇത്ര എമൗണ്ട് കഴിഞ്ഞ് അവർക്കൊരു 1750 ആ റേഞ്ചൊക്കെ അവർക്ക് അക്കൗണ്ടിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 1500 വേഴ്സ് കേസ് വരുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ 1500 10 വീട് 15000 പൗണ്ട് എല്ലാ മാസവും. ഇപ്പോൾ 11 വീട്, ഇപ്പോൾ അടുത്ത വീട് വാങ്ങിച്ച്. ഇവർ ഇങ്ങനെ സ്യൂട്ട് വിട്ട് വീട്ടിൽ വന്ന് സുഖമാണോ എല്ലാം ഓക്കെ അല്ലേ ചോദിച്ച് കിടക്കുന്നത്, ജോലിക്ക് പോകുന്നില്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഇത് കൊള്ളാമല്ലോ. അപ്പോൾ ഞാൻ നേരെ എടുത്തിട്ട് ഓക്കെ ഞാൻ ഇനി സ്പോർട്സ് സയൻസ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്താൽ ആനുവൽ ഇൻകം എത്ര കിട്ടും, എത്ര നാൾ എക്സ്പീരിയൻസ് വേണം, ഇതെല്ലാം നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് 10-25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ ഇൻകമൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർക്ക് എന്ത് എളുപ്പമുണ്ട്, ഇവർ വെറുതെ ഇരിക്കുന്നു, വാടക കളക്ട് ചെയ്യുന്നു, കാര്യങ്ങൾ നടത്തുന്നു, പോന്ന്. ഇത് അപ്പോൾ വേറെയും വഴികളുണ്ട് എന്നെനിക്ക് മനസ്സിലായി അപ്പോഴത്തേക്ക്. പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് ഞാൻ അന്ന് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത സ്ഥലത്തെ കെയർ ഹോം മാനേജർ അന്ന് 82 ഇയർ ഓൾഡ് ലേഡിയായിരുന്നു. എല്ലാം ലേഡീസ് നല്ല ഏജ്ഡ് ആയിട്ടുള്ള. പുള്ളിക്കാരത്തി വാസ് ഫ്രം അയർലൻഡ്. ഷീ വാസ് ഗെറ്റിംഗ് 7700 പൗണ്ട് പെർ മന്ത് ആസ് എ കെയർ ഹോം മാനേജർ. സാലറി ടാക്സൊക്കെ പോകും, എന്നാലും 7700 ടാക്സ്. അതൊക്കെ കേട്ടപ്പോൾ ഇത്രയും സാലറിയോ എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. ഇത്രയും ഇൻകം എല്ലാ മാസവും കിട്ടി. ഇവർക്ക് കാശ് കുറേ കിടപ്പുണ്ടായില്ലെങ്കിൽ ഇവർ പിന്നെ എന്താ ചെയ്യുന്ന എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത വീട് വാങ്ങിക്കാൻ എന്ത് ചെയ്യണം, അതേ കണക്ക് പാരലായിട്ട് കെയർ ഹോം മാനേജർ ആവാൻ എന്ത് ചെയ്യണം. കാരണം ഞാൻ കേട്ടിട്ടുള്ളതിൽ ഹയസ്റ്റ് ഇൻകം ഉള്ള ഇത് രണ്ടുമായിരുന്നു. ഒന്ന് ഹോം ഓണർ, കുറേ വീട്, അല്ലെങ്കിൽ കെയർ ഹോം മാനേജർ. ഇതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് ആയിരുന്നു അടുത്ത. അങ്ങനെ കെയർ അസിസ്റ്റൻറ്റ് ജോബാണ്. ഞാൻ വെറും ഒരു കെയർ അസിസ്റ്റൻ്റ്, അവിടുന്ന് കെയർ ഹോം മാനേജർ ആവുന്ന എങ്ങനെയെന്ന് എനിക്കൊരു ഐഡിയ പോലും ഇല്ല. പിന്നെ ഓരോ റോളൊക്കെ കഴിയണമെന്നൊക്കെ മനസ്സിലായി. അതിനുവേണ്ടി ചെയ്ത് കെയർ ഹോമിലെ A to Z ഓവറോൾ എല്ലാ പണിയും ഞാൻ ചെയ്തിട്ടുണ്ട്. കെയർ ഹോം, കെയർ അസിസ്റ്റൻറ്റ്, കിച്ചൺ വർക്കർ, അഡ്മിൻ സെക്ഷനിൽ. പിന്നെ വേറെ റോളുണ്ടായിരുന്നല്ലോ, ഈ എല്ലാ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയും കൊണ്ടുപോയി നമുക്ക് ആക്ടിവിറ്റി ലീഡർ, പിന്നെ ഒരു ജോബും ഒരു റോളും കൂടെ ഉണ്ടായിരുന്നു. ഈ 5 റോളും ഞാൻ എല്ലാം ചെയ്തു. പക്ഷെ പ്രത്യേകിച്ച് പ്രൊമോഷനൊന്നും കിട്ടിയിട്ടില്ല, അവർ എന്നെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരുന്നു, അത്രേ സംഭവിച്ചുള്ളൂ. അപ്പം എനിക്ക് 9 പൗണ്ടായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കൂട്ടി 9.5 പൗണ്ട് പെർ അവർ ആക്കി തന്നു. അങ്ങനെ ഭയങ്കര ഹാപ്പിയായിരുന്നു അന്നേരം, ഭയങ്കര ഹാപ്പിയായിരുന്നു അങ്ങനെ അത്രയും ആക്കി കിട്ടിയപ്പോൾ തന്നെ. കാരണം ചെറിയൊരു വേരിയേഷൻ വരുമല്ലോ ഇൻകത്തിൽ. അങ്ങനെ പിന്നെ ഞാൻ തുടങ്ങിയത് അത് നടപ്പുള്ള കാര്യമല്ല എന്ന് മനസ്സിലായി. പിന്നെ വീട് വാങ്ങിക്കുന്നതിനെ പറ്റി, എങ്ങനെയാണ് വീട്ടിൽ കൂടെ ഇൻകം ഉണ്ടാക്കുന്ന, അങ്ങനെ കണ്ട് ഒബ്വിയസ്ലി യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ എല്ലാവർക്കും അറിയാമല്ലോ, ആദ്യം വരാവുന്ന സാമു ലീഡ്സ് ആയിരിക്കും. പുള്ളിയുടെ അത്രയും റീച്ചുള്ള ആരുമില്ല. പുള്ളി അടിപൊളി ആളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ കുറേ കോഴ്സസും എല്ലാം ഞാൻ എടുത്തിട്ടുള്ളതാണ്.
പിന്നെ പുള്ളിയുടെ വീഡിയോസ് ഉണ്ട്. പുള്ളിയുടെ നിന്നാണ് മെയിൻ നോളജ് എനിക്ക് ബേസിക് ആയിട്ടുള്ളത് കുറേ ഞാൻ പഠിച്ചത്. പിന്നെയാണ് ഒരുപാട് ആൾക്കാർ, സൈമൺ സൂചി, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഞാൻ എന്നെ കേട്ട് അവിടെയൊക്കെ മണിക്കൂറുകൾ, സൈമൺ സൂചിയുടെയൊക്കെ വലിയ ക്ലാസ് ഉണ്ട്, മൊത്തം ക്ലാസ് മണിക്കൂറുകളുള്ള, ഇതെല്ലാമായിരുന്നു കണ്ട് മൊത്തം പഠിച്ച്. നോട്ട്സൊന്നും എഴുതത്തില്ലായിരുന്നു, പക്ഷെ അത്രയും അറിഞ്ഞ് ഫീൽ ചെയ്ത് പഠിച്ചതുകൊണ്ട് ഒന്നും മനസ്സിൽ നിന്ന് പോയിട്ടില്ല, എല്ലാം അവിടെ കിടപ്പുണ്ട്. അത്രയ്ക്ക് ആഗ്രഹത്തോടു കൂടി പഠിച്ചത് ഞാൻ. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ വിത്തിൻ ഫ്യൂ മന്ത്സ് തന്നെ ഞാൻ കോഴ്സസും എല്ലാം ഇല്ലാത്ത കാശ് എവിടെ നിന്നൊക്കെയോ ഒപ്പിച്ച് ഞാൻ ഓരോന്നൊക്കെ വാങ്ങിച്ചു തുടങ്ങി. അന്ന് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങി ഇതിനെപ്പറ്റി. ഞാൻ തന്നെ ചെയ്യാൻ നോക്കി, ഒന്നും നടന്നിട്ടില്ല. ഒരു 2022 വരെ ഒന്നും നടന്നിട്ടില്ല. ഒരു 21ഉം 22 പകുതിയും 20യുടെ ലാസ്റ്റും ഒന്നും നടന്നിട്ടില്ല. 22 ആയപ്പോഴാണ് തിങ്സ് സ്റ്റാർട്ട്. 2020 സെപ്റ്റംബറിൽ UK എത്തി. ഒരു നവംബർ ആയപ്പം ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചു തുടങ്ങി പക്കായിട്ട്. കാരണം ചെന്നപ്പോൾ തന്നെ എനിക്ക് കോവിഡ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ലോക്ക്ഡൗൺ ആയിട്ട് 2020ലാണ്, നോട്ട് സോ ലോങ്. അപ്പം അന്ന് വന്ന് അപ്പം തന്നെ എനിക്ക് സത്യാവസ്ഥ മനസ്സിലായി. ഈ ജോലി ചെയ്ത ലക്കിലി ഫോർ സം റീസൺ മനസ്സിലായി. കാരണം ജസ്റ്റ് ഡൂ ദ മാത്ത്, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? നമ്മൾ കണക്കൂട്ടി നോക്കുക, അതിൽ വലിയ കഴിവൊന്നും വേണ്ട അതിൽ. അപ്പോൾ പല ആൾക്കാരും കണക്കൂട്ടി നോക്കുന്നില്ല. ഇപ്പോഴും പല ആൾക്കാരും 9 പൗണ്ടിൽ നിന്ന് 10 പൗണ്ട് എങ്ങനെ എത്തും, 10ൽ നിന്ന് 11 എങ്ങനെ എത്തും, ഇതും ആലോചിച്ചിരിക്കുന്ന ആൾക്കാരാണ് പലരും. ജസ്റ്റ് കണക്കൂട്ടി നോക്കിയ കാര്യം മനസ്സിലാവും. ഇവിടെ ലൈക്ക് ഐ സെഡ് ബിഫോർ, ഈ ഫാമിലി ഉള്ളതിൽ അവരെല്ലാം ക്രെഡിറ്റ് കാർഡിലാണ് റൺ ആവുന്നത്. ആൻഡ് ദേ വർക്ക് എവറി മന്ത് ടു പേ ഓഫ് ദ ക്രെഡിറ്റ് കാർഡ്. ദാറ്റ്സ് ദ തിങ്. ഇതാണ് നമ്മൾ ജീവിക്കുന്ന ചിലവില്ലേ, ആ ചിലവ് കിട്ടുന്നത് ജോലി ചെയ്യുമ്പോഴാണ്. അത് കടമായിട്ട് മാറും. അവസാനം ജോലി ചെയ്യുന്നത് ഈ കടം വീട്ടാനാണ്, ജീവിക്കാനല്ല. മനസ്സിലായി? ആ കടം ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെ. ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ കറയും കൊണ്ടേയിരിക്കും. ഇതിനൊരു എൻഡിങ് ഇല്ല. ഇതിന് എൻഡിങ് വരണമെങ്കിൽ ഒന്നീ സാലറി കൂടണം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇൻകം വരണം. മനസ്സിലായില്ലേ? സേവ് ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? ഇത് എൻ്റെ ഒരു കഴിഞ്ഞ 2020 തൊട്ട് 2023 വരെയുള്ള എൻ്റെ ഒരു ചീത്ത ബിഹേവിയർ ആയിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. ഇത് എനിക്കറിയില്ല, എനിക്ക് നോളജ് ഇല്ലാത്തതുകൊണ്ടായിരുന്നു. ഐ ട്രൈ ടു സേവ് മോർ. എങ്ങനെ ഞാൻ സേവ് ചെയ്യുന്നതെന്നറിയാമോ? ഞാൻ ബസ് കയറത്തില്ല, ഞാൻ നടന്നു പോകും. 3/4 മണിക്കൂർ 1 മണിക്കൂറാണ് നടക്കും, 1.5 പൗണ്ട് കൊടുക്കാതിരിക്കാൻ. ഞാൻ ഭയങ്കര ചെറിയ രീതിയിൽ ഞാൻ ചിലപ്പം ഭക്ഷണം കഴിക്കത്തില്ല, ഞാൻ കഴിക്കാതിരിക്കും. മനസ്സിലായില്ലേ? 2 പൗണ്ട് 3 പൗണ്ടൊക്കെ ബർഗർ കിട്ടും, പക്ഷെ ഞാൻ വാങ്ങിത്തില്ല, ഞാൻ കഴിക്കത്തില്ല. അങ്ങനെ എല്ലാ ചെറിയ കാര്യത്തിന് സേവ് ചെയ്യാൻ നോക്കും, പക്ഷേ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും വരുന്നില്ല. പിന്നെ എനിക്ക് ഈ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷനെ പറ്റി പഠിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, റാദർ ദാൻ ട്രൈങ് ടു സേവ്, ട്രൈ ടു മേക്ക് മോർ മണി. മനസ്സിലായില്ലേ? ഇഫ് യു ട്രൈ ടു സേവ്, യു നോ ഹൗ മച്ച് യു ആർ സേവിങ്. അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഹൗ മച്ച് ക്യാൻ യു സേവ്? യു ക്യാൻ ഓൺലി സേവ് ഹൗ മച്ച് യു ആർ മേക്കിംഗ്. അതിൽ കൂടുതൽ സേവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാരണം മേക്ക് ചെയ്യുന്നതിന് നമുക്കൊരു ഫിക്സ്ഡ് എക്സ്പെൻസ് ഉണ്ട് എല്ലാ മാസവും, അത് പോയിരിക്കും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള എമൗണ്ട് എത്രയാണോ, ദാറ്റ്സ് ദ മാക്സിമം എമൗണ്ട് വിച്ച് യു ക്യാൻ സേവ്. അപ്പം let's say when you understood this, you started like this kind of expense, like food wise എല്ലാം സ്പെൻഡ് ചെയ്ത് തുടങ്ങിയെന്നല്ല, ഐ സ്റ്റിൽ കെപ്റ്റ് ഇറ്റ് ഒരു ലീനിയൻ്റ് ആക്കി ഞാൻ വെച്ചിരുന്നു. മനസ്സിലായില്ല? എന്ന് വെച്ചാൽ കഴിക്കാതിരിക്കുകയോ അങ്ങനെ ബസ്സിൽ കയറാതിരിക്കുകയോ അങ്ങനെ ചെയ്യത്തില്ല. പക്ഷേ അത് ഞാൻ ഒരിടത്ത് മാറ്റി വെച്ചിട്ട് ഐ ഫോക്കസ് മോർ ഓൺ മേക്കിംഗ് മോർ മണി. ഞാൻ എങ്ങനെയാണ് കൂടുതൽ എന്ന് വെച്ചാൽ ഞാൻ ലെവറേജ് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നോക്കിയത്. എനിക്ക് കുറച്ച് പണി കൂടുതൽ കാശ് എന്ന് വെച്ചാൽ പണിയെടുക്കാൻ മടിയെന്നല്ല, പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇൻകം വരുന്നത്. അപ്പം എനിക്ക് എത്രയും ഫാസ്റ്റായിട്ട്, എനിക്ക് അപ്പൂപ്പനായിട്ട് കാശ് ഇട്ടിട്ട് എനിക്ക് കാര്യമില്ല. അപ്പോൾ അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് ആ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടി എനിക്ക് ഇരിക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല, ഒന്നും പറ്റത്തില്ല എനിക്ക്. ഞാൻ വൈഫിനോട് ചോദിച്ചു നോക്കി, എനിക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല. രാത്രി ഉറക്കം വരുന്നില്ല, രാവിലെ ആകുമ്പോൾ പിന്നെ എഴുന്നേക്കും, പിന്നെ ഉറക്കം വരുന്നില്ല എനിക്ക്. അത്രയ്ക്ക് എനിക്ക് ഐ ജസ്റ്റ് സ്റ്റേ അവേക്ക്. ഞാൻ ഇങ്ങനെ ഉണർന്നിരിക്കും. ഞാൻ ഇന്നലെ കിടന്ന് എത്ര മണിക്കാണെന്നറിയോ? അതാ 5 വർഷം കഴിഞ്ഞ്, ഇതിപ്പം April 2, 2025. ഇന്നലെ ഉറങ്ങി എത്ര മണിക്കാണെന്നറിയോ? 2:30 രാത്രി. ഞാൻ എഴുന്നേറ്റ് എപ്പോഴാണെന്നറിയോ? 6 മണിക്ക്. ഞാൻ അതാ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. എനിക്കും ഉറക്കം ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്റെ ഹെഡിലും ഇതാണ് ഫുൾ ചിന്തകൾ ഇങ്ങനത്തെയാണ്. ബട്ട് സം ഡേയ്സ് ഐ ഗെറ്റ് ഡ്രെയിൻഡ് ഔട്ട്, ലൈക്ക് എന്നെ കൊണ്ട് പിന്നെ അത് നല്ലതാണ്. ഈ അലക്സ് ഹോർമോസി പറയുന്നുണ്ട്,
I don't go to sleep when it's time to sleep. I go to sleep when I'm sleepy. Yeah. മനസ്സിലായി. And I wake up when I'm done sleeping. Okay. മനസ്സിലായില്ലേ? അപ്പോൾ അയാളുടെ കണ്ണ് തുറന്നിരുന്ന് ഇനി വർക്ക് ചെയ്യാൻ പറ്റാതാവുമ്പോഴാണ് അയാൾ ഉറങ്ങുന്നത്. അല്ലാതെ സമയമായി രാത്രി 10 ഉറങ്ങാൻ ടൈം എന്ന് പറഞ്ഞ് കിടന്ന് കണ്ണടച്ചിട്ട് ഉറക്കം പാ എന്ന് പറഞ്ഞിരുന്ന് ഉറങ്ങാൻ നോക്കിയിട്ട് സി അത് ടു ബി ഓണസ്റ്റ് അതൊരു ഹെൽത്തി തിങ് ആണ് ഈ പറയുന്നത്. ഞാൻ ഫിറ്റ്നസ് നോക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ടൈമിംഗ് ആണ്. ഞാൻ ആർമിക്കാരുടെ കണക്കായിരുന്നു എൻ്റെ ടൈമിങ്. മനസ്സിലായി. ഞാൻ ഉറങ്ങുന്നതും കഴിക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ജിമ്മിൽ പോകുന്നതും വെള്ളം കുടിക്കുന്നതും എല്ലാം മെഷേർഡ് വിത്ത് ടൈം. മനസ്സിലായില്ലേ? എവറിത്തിങ് ഇസ് മെഷേർഡ്. അപ്പം ഞാൻ മെഷർ ലൈക്ക് വി ഹാവ് ടു മെഷർ ആൻഡ് ഈറ്റ്. അല്ലെങ്കിൽ ബിക്കോസ് ഞാൻ വെരി സ്കിന്നി ആയിരുന്നു, വെരി സ്കിന്നി. അപ്പം ഞാൻ ഇതേമാതിരി ഞാൻ പറഞ്ഞു എൻ്റെ മെൻറ്റർ ആയിരുന്ന എൻ്റെ കസിൻ ബ്രദറാണ്. അപ്പൊ പുള്ളി പറഞ്ഞു നീ കഴിക്കുന്നത് മെഷർ ചെയ്താണോ കഴിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അല്ല, ഞാൻ പക്ഷെ കഴിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ നീ മെഷർ ചെയ്ത് കഴിച്ചു തുടങ്ങുന്നു. So when I actually started measuring, I started seeing changes in my body. അതുകൊണ്ട് മെഷർ ചെയ്ത് തന്നെ കഴിക്കണം. അതെ അങ്ങനെ അത്രയും എന്താ പറയുക കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പം ഐ എം നോട്ട് ഹെൽത്തി ടു ബി ഓണസ്റ്റ്. ഞാൻ ജിമ്മിൽ പോകുന്നു, 5 ദിവസമൊക്കെ ജിമ്മിൽ പോകുന്നു, കുഴപ്പമില്ലാതെ കഴിക്കുന്നു. പക്ഷേ ഞാൻ ചെയ്യുന്നതൊന്നും ഹെൽത്തി അല്ല. ഹെൽത്ത് വൈസ് എനിക്ക് ഉറക്കമില്ല. നമുക്ക് ഗ്രോത്ത് വരുന്നത് ഉറക്കത്തിലാണ്. നമുക്ക് ഉറക്കം ശരിയായാലേ ഈവൻ തിങ്കിങ് കപ്പാസിറ്റി ബെറ്റർ ആവത്തുള്ളൂ. നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവണമെങ്കിലും നമ്മൾ ഉറങ്ങണം എന്നാണ്. മനസ്സിലായില്ലേ? മേ ബി ഐ വുഡ് ബി ഏബിൾ ടു വർക്ക് മോർ പ്രൊഡക്റ്റീവ് ഇഫ് ഐ സ്ലീപ്പ് മോർ. പക്ഷേ സമ്മതിക്കുന്നില്ല. I sleep 6 hours. At least 6 hours ഞാൻ ഉറങ്ങുന്നു. 6 കൂടുതൽ അങ്ങനെ പോകാറില്ല. 6 ആണ് മാക്സ് ടു മാക്സ് ഞാൻ ഉറങ്ങുന്നു. അതിനകത്ത് ഞാൻ തനിയെ എണീക്കും. ബട്ട് ഞാൻ കുറെ പേരെ കണ്ടിട്ടുള്ളതില് 4 hours ഉറങ്ങുന്നവര് they are more productive. ലൈക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു സെഷൻ നമ്മൾ മൂവായിട്ട് നമ്മളൊരു 1% ക്ലബിലെ ഒരു സെഷനിൽ വി ഓൾ ഡു ദിസ്, നമ്മൾ എന്താ ലാസ്റ്റ് വീക്ക് ചെയ്തതെന്ന് ഓരോരുത്തർ പറയും. അതിൽ ഏതോ ഒരു സെഷനിൽ മോ എന്താ ചെയ്തതെന്ന് പറഞ്ഞു. ആൻഡ് ദാറ്റ് വാസ് മോർ ദാൻ വാട്ട് എവരിവൺ ഡിഡ് ഇൻ ദാറ്റ് ഗ്രൂപ്പ്. അപ്പം അതാണ് ഞാൻ ചോദിക്കുന്നത്. വെൻ യു സേ അൺഹെൽത്തി യു ഗെറ്റ് ലൈക്ക് മോബ് പറഞ്ഞത് ഞാൻ ഉറക്കം ഇല്ലാത്തതുകൊണ്ട് മേ ബി ലൈക്ക് ഉറക്കം കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ മേ ബി യു ക്യാൻ ഡു മോർ, ബട്ട് യു ആർ ഓൾറെഡി ഡൂയിങ് എ ലോട്ട്. അപ്പൊ അത് വെച്ച് എങ്ങനെ കമ്പയർ ലൈക്ക് അപ്പൊ ഞാൻ ആലോചിക്കും ഞാൻ ഇനി ഉറങ്ങം കൂടി പോയിട്ടാണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇല്ല, ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നമ്മളെ എല്ലാവരുടെയും കപ്പാസിറ്റി, അതായത് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന വർക്ക് നമ്മളെ കപ്പാസിറ്റി ഭയങ്കര ഹൈ ആണ്. പക്ഷേ നമ്മളെ കറണ്ട് റൊട്ടീൻസ് കാരണം വി ആർ ട്രെയിൻഡ് ടു ഡു ലെസ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ചെയ്ത് കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ വി തിങ്ക് വി ആർ ഡൺ. പക്ഷേ നമുക്ക് ഒരുപാട് കപ്പാസിറ്റി ഉണ്ട്. ഞാൻ ഇത് ജിമ്മിലത്തെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് പറയാം. നമ്മൾ ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്യുന്നു. നമ്മൾ ഒരു വെയിറ്റ് എടുത്ത് നല്ലൊരു ഹെവി വെയിറ്റ് എടുത്ത് പുഷ് ചെയ്ത് 8 റെപ്പ് കഴിഞ്ഞപ്പം വി ആർ ഡൺ. നമ്മൾ 8 റെപ്പ് നമ്മൾ ഫിക്സ് ചെയ്ത് നമ്മൾ ചെയ്തിട്ട് വെച്ച് ബാക്കിൽ ഞാനുണ്ടായിരുന്നെങ്കിൽ ഐ വിൽ മേക്ക് യു ഡു അനദർ 8. ഐ എം നോട്ട് സെയിങ് അനദർ 1, ഐ എം നോട്ട് സെയിങ് അനദർ 2, അനദർ 8. മനസ്സിലായില്ലേ? അതാണ് നമ്മളെ കപ്പാസിറ്റി. അപ്പം ഇവിടെ നമ്മൾ വീക്കായി കഴിഞ്ഞു. പക്ഷേ ഫിസിക്കലി നമുക്ക് പറ്റും. ഇവിടെ വീക്കായതുകൊണ്ടാണ് ബാക്കി ചെയ്യാത്തത്, അല്ലാതെ ബോഡി വീക്കായതുകൊണ്ടല്ല. സോ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ നമ്മളെ മൈൻഡ് അതിന് സമ്മതിക്കുന്നില്ല. സെയിം തിങ് ആണ് വർക്ക് ചെയ്യാൻ നേരത്തെയും. നമ്മളെ മൈൻഡ് നമുക്ക് ഓക്കെ ഐ എം ഡൺ, ഞാൻ കഴിഞ്ഞു, ചെയ്യാനുള്ള കഴിഞ്ഞു, ഇത്രയും ചെയ്തു, ഒരുപാടായി എന്ന് പറയുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറേ ചെയ്ത ഫീലിംഗ് വരുന്നത്. പക്ഷേ നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. മനസ്സിലായി? നമ്മൾ ഈ നമ്മളെ അലി അബ്ദാലിനെ അറിയാവുന്നതല്ലേ? അലി അബ്ദാൽ, നമ്മളെ ഡോക്ടർ യൂട്യൂബർ അലി അബ്ദാൽ. യൂട്യൂബിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി അലി അബ്ദാൽ. നമ്മളെ UK ബേസ്ഡ് ഡോക്ടറാണ്. അപ്പോൾ പുള്ളി പ്രൊഡക്ടിവിറ്റിയുടെ ആളാണ്. അതിനെപ്പറ്റിയെല്ലാം അടിപൊളിയായിട്ട് പറയും. പുള്ളിയുടെ ഒരു ബുക്കുണ്ട് ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പുള്ളി പറഞ്ഞാണ് ഇപ്പം ടു ഗെറ്റ് മോർ തിങ്സ് ഡൺ നമുക്ക് കൂടുതൽ വേണ്ടത് ടൈമല്ല. കാരണം നമ്മളിപ്പോൾ ചെയ്യുന്ന പുള്ളി ഓവർ 5-6 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്, കാണാതിരിക്കാൻ വഴിയില്ല. അപ്പം പുള്ളി പറഞ്ഞത് നമ്മളിപ്പം 1 മണിക്കൂറിൽ നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മൾ എന്തൊക്കെയാണോ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്, മേ ബി നമ്മൾ നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ആ കാര്യം ഒരു 15-20 മിനിറ്റ്സിൽ തീർക്കാൻ പറ്റും.
മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയാണ് പ്രൊഡക്റ്റീവ് ആകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് നമുക്ക് അത്രയും കാര്യം 10-15 മിനിറ്റ് തീർക്കാൻ പറ്റും. അപ്പോൾ 1 മണിക്കൂറിൽ അതുപോലത്തെ 3-4 കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പ്രൊഡക്റ്റീവ് അല്ലാത്തപ്പം നമ്മൾ ആ ഫുൾ 1 hour വർക്ക് ചെയ്യും, പക്ഷേ ആ ഒരേ കാര്യമായിരിക്കും നമ്മൾ ചെയ്യുന്നത് 1 മണിക്കൂറിൽ. മനസ്സിലായില്ലേ? അപ്പം പ്രൊഡക്റ്റീവ് ആകുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കൂടുതൽ ഉറങ്ങിയായിരുന്നെങ്കിൽ മേ ബി ഐ കുഡ് ഹാവ് ഡൺ മോർ തിങ്സ് ഇപ്പോൾ ചെയ്യുന്നതിനെ കാട്ടിയും. മനസ്സിലായില്ല? കാരണം ഒന്നും കൂടെ ക്വാളിറ്റി സ്ലീപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഉറങ്ങിക്കഴിഞ്ഞ് കടിച്ചു പിടിച്ചിരുന്ന് വർക്ക് ചെയ്യുന്നതല്ല, നല്ല ക്വാളിറ്റി ആയിട്ട് ഉറങ്ങി കഴിയുമ്പോൾ നമുക്ക് സ്റ്റിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ തോന്നിക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം കറൻ്റ്ലി ഐ ഫീൽ ലൈക്ക് അല്ല, ഐ ആം അൺഹെൽത്തി ടു ബി ഓണസ്റ്റ്. ഞാൻ പണ്ട് എല്ലാം സാക്രിഫൈസ് ചെയ്തത് ജിമ്മിന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ പല കാര്യങ്ങളും മാറ്റി വെച്ചു, എല്ലാം അവോയ്ഡ് ചെയ്തു, എല്ലാം സ്കിപ്പ് ചെയ്തു ജിമ്മിന് വേണ്ടിയിട്ട്. ഒബ്വിയസ്ലി അങ്ങനെ അത്രയും ഡെഡിക്കേറ്റഡ് ആയപ്പം അതിൻ്റേതായ റിസൾട്ട് കിട്ടി. സെയിം തിങ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇൻ മൈ ലൈഫ് ജിമ്മ് മാറ്റി വയ്ക്കുന്നത്. ഞാൻ ഇന്നേ വരെ ഒരു കാര്യത്തിലും ജിമ്മോ ഫിറ്റ്നസ്സോ ഞാൻ മാറ്റി വെച്ചിട്ടില്ല. അതായിരുന്നു എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്ത്. ഇപ്പം കസിൻസിൻ്റെ കല്യാണം വന്നാൽ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാതിരുന്നെന്ന് തോന്നിരും ആ ഒരു ടൈമിൽ. അത്രയ്ക്ക് അഡിക്റ്റഡ് ആയിരുന്നു. മനസ്സിലായില്ലേ? അപ്പം ആ ഒരു കാര്യം ഞാനിപ്പം ബിസിനസ്സിന് വേണ്ടി മാറ്റി വയ്ക്കുന്നെങ്കിൽ യു ക്യാൻ ഇമാജിൻ ഞാൻ എത്രമാത്രം കമ്മിറ്റഡ് ആയിരിക്കും, എനിക്ക് എത്രമാത്രം ആഗ്രഹമുണ്ട് അച്ചീവ് ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അൺഹെൽത്തി ആയിട്ടും ഞാൻ സ്റ്റിൽ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ബിസിനസ് ഇത്രയും എഫേർട്ട് ഇട്ട് ഗ്രോ ചെയ്യാൻ നോക്കുന്നത്. പിന്നെ എൻ്റെ പേഴ്സണൽ ഡെവലപ്മെൻറ്റും ബുക്സും എല്ലാ കാര്യങ്ങളും കൂടെ മിക്സ് ചെയ്ത് ഹെൽത്ത് ഒന്നും കൂടെ ഫോക്കസ് ചെയ്യാനുണ്ട്. യാ പ്ലീസ്. ഇറ്റ്സ് ദ മൈൻഡ് സെറ്റ്. മൊത്തം മൈൻഡ് സെറ്റ് ആയിട്ടോ എല്ലാം. ഞാനൊരു ചെറിയൊരു ഡൗട്ട്, കാരണം ഐ എം ട്രൈങ് ടു ഗെറ്റ് പ്രൊഡക്റ്റീവ് മോർ. അപ്പം അങ്ങനെ വരുമ്പം പേഴ്സണലായിട്ട് ഇപ്പം മോറല്ലോ, ഞാൻ സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടി സമയം കണ്ടെത്തുന്നു, ബിസിനസ്സിൽ സമയം കണ്ടെത്തുന്നു, ജിം ആൻഡ് ലൈക്ക് ഫോർ മീ ലൈക്ക് ദർ ഇസ് വർക്ക് ഓൺ ദ അതർ എൻഡ് ഓൾസോ. അപ്പം ഇതെല്ലാം കൂടി എങ്ങനെ, ഹൗ ഡു യു മാനേജ് ഇറ്റ്? ലൈക്ക് എല്ലാത്തിനും ഒരു ടൈം ആണല്ലോ. ഹൗ ഡു യു ലൈക്ക് ഡു യു ഹാവ് എ സെറ്റ് പാറ്റേൺ? ഓക്കെ, ഇതിങ്ങനെ ചെയ്യാം. ഓർ ഞാൻ വിചാരിച്ച് ഞാൻ കലണ്ടറിൽ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ദിസ് വേർ കലണ്ടറിൽ തന്നെ എല്ലാം, അതായത് വായിക്കാനുള്ള സമയവും എല്ലാം ഞാൻ ഇങ്ങനെ എടുത്തിട്ട് എന്നിട്ട് അത് ഫോളോ ചെയ്താലോ. ബട്ട് സം ടൈംസ് ചില സമയങ്ങളിൽ വർക്കിന്റെ എന്തെങ്കിലും കാര്യം കയറി, ലൈക്ക് ഇപ്പം അതിന്റെ ഇടയിൽ കയറി വരും. സോ ദെൻ ദാറ്റ് ഗെറ്റ്സ് ക്യാൻസൽ. അത് അപ്പം പിന്നെ അത് ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ബുദ്ധിമുട്ടാവും. അപ്പൊ ഐ എം ലൈക്ക് അത് എങ്ങനെ ഇതെല്ലാം കൂടി, കാരണം ഐ ഓൾസോ വോണ്ട് ടു ഡു ഓൾ ദിസ്. Maybe like if I get the right guidance, okay, ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ കിട്ടും, ഇത് ഈ രീതിയിൽ എനിക്ക് മുന്നോട്ട് പോവാം, I can figure these things out എന്ന രീതിയിൽ. What would you give an advice? ഇതിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫസ്റ്റ് എഴുതിയിടണം. എന്നിട്ട് മീ പേഴ്സണലി ഞാനാണെങ്കിൽ ഞാനത് റാങ്ക് ചെയ്യും. ഓരോ കാര്യങ്ങൾ റാങ്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഇനിഷ്യൽ, ഇപ്പോൾ നമ്മളൊരു ഇനിഷ്യൽ സ്റ്റേജസിലാണ്. അതായത് നമ്മൾ ഫൈനാൻഷ്യൽ ഗോൾ, നമ്മൾ ഈ ഒരു ഫൈനാൻസ് ടോപ്പിക്കിനെ പറ്റി പറയുന്നുണ്ട്, ഞാൻ ആ ഒരു കാര്യം ബേസ് ചെയ്ത് പറയുന്നത്. നമ്മൾ ഫൈനാൻഷ്യൽ ഗോളിൽ നമ്മൾ ബെസ്റ്റിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് നമ്മളെന്ന് തോന്നിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എപ്പോഴും വൺ തിങ് വിച്ച് ഇസ് എന്ത് ആക്ഷൻ ചെയ്യുമ്പോഴാണ് പൈസ കിട്ടുന്നത്. മനസ്സിലായില്ല? നമ്മൾ വാട്ട് സ്പെസിഫിക് ആക്ടിവിറ്റി ഇസ് ലീഡിങ് ടു മേക്ക് അസ് മണി. മനസ്സിലായില്ല? നമ്മളെ ഇൻകം ജനറേറ്റിംഗ് ടാസ്ക് എന്താണോ അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് ഉറക്കം എഴുന്നേറ്റാൽ ഫസ്റ്റ് 3 to 4 hours അത് ചെയ്യും. എന്നിട്ട് റാങ്കിങ് വൈസാണ് താഴോട്ട് പോകുന്നത്. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ഡേ ലെസ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിലേക്ക് പോകും. ഇത് ഇനിഷ്യൽ സ്റ്റേജസ് ഓഫ് മണി മേക്കിംഗ് ആണ് ഞാൻ പറഞ്ഞത്. കുറച്ച് പ്രോഗ്രസ്സായി കഴിയാൻ നേരത്തെ പിന്നെ നമ്മൾ ഒരു ചാർട്ട് വരയ്ക്കും. ഒരു 4 ക്വാഡ്രൻസ്. ഫസ്റ്റ് ഒരു ക്വാഡ്രൻറ്റിൽ ഏർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, നമ്മളൊരു ക്വാഡ്രൻറ്റ് വരച്ചിട്ട് ഇവിടെ ഏർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്, ഏർജൻറ്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, താഴെ നോട്ട് ഏർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്, താഴെ നോട്ട് ഏർജൻറ്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. 4 ക്വാഡ്രൻസ്. ഇതിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നോട്ട് ഏർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റിലാണ്. So I'm not focusing on the urgent things, I'm focusing on the things which are not urgent but important. മനസ്സിലായില്ലേ? If it's not important and not urgent,
അത് ഡിലീറ്റ് ചെയ്യും ആ കാര്യം. നമ്മൾ അതെന്താണെന്ന് എഴുതിയിടണം, എന്നാലേ മനസ്സിലാവും അത് ഡിലീറ്റ് ചെയ്യാനുള്ളതാണോ അല്ലയോ എന്ന്. അല്ലാതെ നമ്മൾ തിങ്ക് ചെയ്യുമ്പോഴായിരിക്കും ഇഫ് ഇറ്റ്സ് നോട്ട് അർജൻറ്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്, വൈ ആം ഐ ഡൂയിങ് ദിസ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് ദ തിങ്സ് വിച്ച് യു ആർ ഡൂയിങ് റൈറ്റ് നൗ, ഐ എം പ്രിറ്റി ഷുവർ ദർ ആർ സർട്ടൻ തിങ്സ് വിച്ച് ആർ നോട്ട് അർജൻറ്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അത് എഴുതിയിട്ടാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും ടൈം സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നോട്ട് അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റിൽ മാത്രമാണ്. എന്നിട്ട് ഈ കാര്യങ്ങളായിരിക്കും നമ്മൾ ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. മനസ്സിലായില്ലേ? അതായത് കറൻ്റ്ലി ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയുള്ള ഏർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഐ ട്രൈ ടു ഡെലിഗേറ്റ് കൂടുതലും. മനസ്സിലായോ? എന്തിനാണ് ഡെലിഗേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് പൈസയൊന്നും അവർക്ക് കൊടുക്കണ്ട. ഡെലിഗേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഷെയർ കൊടുത്താൽ മതി, വിച്ച് ഇസ് ബേസിക്കലി സെയിം ആസ് പേയിങ് ദം സാലറി ഇഫ് യു ഡോണ്ട് ഹാവ് മണി ടു പേ എ സാലറി. ഞാൻ ഇനിഷ്യൽ സ്റ്റേജസിൽ ചെയ്തേ അത്. മനസ്സിലായില്ലേ? അതെ അതെ. അത് മാത്രമല്ല, ഏർജൻറ്റ്, നോട്ട് ഏർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ചെയ്യുന്നത്. ഡെലിഗേറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇതല്ലാത്ത ബാക്കി 2 കാര്യങ്ങൾ. നോട്ട് ഏർജൻറ്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ് ഡിലീറ്റ് ചെയ്യും. നോട്ട് ഏർജൻറ്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ് ഐ ഡു നോട്ട് ഏർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. ഡെലിഗേറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഏർജൻറ്റ്. ഓൾസോ വൺ മോർ, ഏർജൻറ്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അതെ, അതും ഡെലിഗേറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ ക്വാഡ്രൻ്റ് വരച്ച് ഡെലിഗേറ്റ് ചെയ്യും. നമ്മൾ കറൻ്റ്ലി ബിസിനസ് റൺ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതായത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോഴാണ് ബിസിനസ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. റണ്ണിങ് ബിസിനസ്സിൽ നിന്ന് വരുന്ന ഇൻകം ഫിക്സ്ഡ് ആണ്. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ എക്സ്ട്രാ ആയിട്ടൊന്നും വരുന്നില്ല. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി എപ്പോഴും ഡെലിഗേറ്റ് ചെയ്യണം. കാരണം ആ കാര്യം നടത്തിക്കൊണ്ട് പോയാലും കൂടുതൽ കാശ് കിട്ടത്തില്ല. കിട്ടിക്കൊണ്ടിരിക്കുന്ന കാശ് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആ ഒരു സിസ്റ്റം ആക്കി മാറ്റിയിട്ട് കോപ്പി പേസ്റ്റ് ആൻഡ് ഷോ ദം ഹൗ ടു ഡു ഇറ്റ്, ദേ വിൽ ഡു ഇറ്റ് ഫോർ യു. അപ്പോൾ നമുക്ക് കിട്ടുന്ന റവന്യൂന്ന് ഒരു 20 അങ്ങ് അവർക്ക് കൊടുത്താൽ മതി, ബാക്കി 80 നമ്മൾ വയ്ക്കും. അപ്പം there is someone who is driving the car, I am sitting on the passenger seat now. നേരത്തെ ഞാനായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പാസഞ്ചർ സീറ്റ് ഇരുന്നാൽ ഐ എം സ്റ്റിൽ മൂവിങ്, the driver is driving, someone else is driving, I just have to pay him the fee to drive the car. പക്ഷേ ഐ എം സിറ്റിംഗ് ഇൻ ദ പാസഞ്ചർ സീറ്റ് ആൻഡ് ദെൻ ഐ എം ട്രൈങ് ടു ബൈ എ ന്യൂ കാർ. അതിനുള്ള എഫേർട്ടാണ്. മനസ്സിലായില്ലേ? അപ്പം ഇഫ് യു നോ എ ടാസ്ക്, അതിനകത്ത് ഇപ്പോൾ സാലി 100% എഫേർട്ട് ഇടുന്നതെന്ന് വെച്ചോ, സാലിന് 100% എഫേർട്ട് ഇടുന്നത്. ഇഫ് യു ആസ്ക് സമ്മൺ എൽസ് ടു ഡു ഇറ്റ്, അവർ 100% ഇടാൻ പോകുന്നില്ല അല്ലേ? ഒരിക്കലും ഇടത്തില്ല. ലെറ്റ്സ് സേ അവരിടുന്നത് 60% ആണെന്ന് വെച്ചോ, സാലി ഇടുന്ന 100%. ആ ഒരു കാര്യം ചെയ്യുമ്പോൾ സാലിക്ക് കിട്ടുന്നത് 1000 പൗണ്ടാന്ന് വെച്ചോ. യു ഹയർ സമ്മൺ to do the same job. You're going to hire 2 people to do the same job. Yeah? Okay. One person input 60%. Okay. 2 പേരിടുമ്പോൾ എത്ര കിട്ടും? 120 കിട്ടും. സാലി ചെയ്താൽ എത്ര കിട്ടുന്ന? 100. അപ്പോൾ നമ്മളെ കാട്ടി എഫിഷ്യൻ്റ് ആയോ? ആയി. 20% എക്സ്ട്രാ ആയില്ലേ? കാരണം 2 ആൾക്കാരാണ് ചെയ്യുന്നത്. നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്? 10 ഈച്ച് വെച്ച് ഷെയർ കൊടുക്കും. നമുക്ക് കുറഞ്ഞു 80 ആയി നമുക്ക് കിട്ടുന്നത്, 100 കിട്ടുന്നില്ല. പക്ഷേ 120% എഫേർട്ടായി. അപ്പോൾ അത് കാരണം കൂടുതൽ റിസൾട്ടും കിട്ടും. പ്ലസ് യു ക്യാൻ ഇൻപുട്ട് യുവർ ടൈം ഇൻ ടു അതർ തിങ്സ് വിച്ച് ക്യാൻ മേക്ക് യു അനദർ 80%. മനസ്സിലായില്ലേ? സോ നൗ യു ആർ മേക്കിംഗ് 160%. കാരണം എന്താ? യു ആർ ഡൂയിങ് അതർ തിങ്സ് ആസ് വെൽ. മനസ്സിലായില്ലേ? നമ്മൾ ഡെലിഗേറ്റ് ചെയ്തു. അപ്പം ഐ എം നോട്ട് യൂസിങ് മൈ ടൈം. സാലി നേരത്തെ ചോദിച്ച ക്വസ്റ്റിന് ആൻസർ പറയുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് മൈ ടൈം, ഐ എം യൂസിങ് അതർ പീപ്പിൾസ് ടൈം. അങ്ങനെയാണ് നമുക്ക് ഫാസ്റ്റർ ഗ്രോത്തിലേക്ക് എത്താൻ പറ്റുന്നത്. സോ നമുക്ക് 4 രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം ഈ ഒരു കാര്യം. നമുക്ക് വേറെ ആൾക്കാരെ വെച്ച് ഡെലിഗേറ്റ് ചെയ്യാം. ഇതാണ് ടൈം സേവ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. പിന്നെ വെൻ യു ഇൻവെസ്റ്റ് ഇൻ ടു സംതിങ്, ഡോണ്ട് യൂസ് യുവർ മണി, യൂസ് ക്യാപിറ്റൽ ഫ്രം അതർ പീപ്പിൾ. മനസ്സിലായില്ലേ? അപ്പം ഓൾവേസ് എപ്പോഴും ജസ്റ്റ് ഡോണ്ട് യൂസ് യുവർ മണി. അക്കൗണ്ടിൽ കാശ് ഇടുന്നില്ല, അതവിടെ കിടക്കട്ടെ. ഡോണ്ട് യൂസ് യുവർ മണി, യൂസ് അതർ പീപ്പിൾസ് മണി. മനസ്സിലായില്ലേ? കാരണം ബാക്കിയുള്ളവരുടെ കാശ് വെച്ച് എന്തെങ്കിലും ചെയ്ത് അതിൽ നിന്ന് നമുക്കൊരു ഇൻകം കിട്ടിയാൽ നമ്മൾ കയ്യിൽ നിന്ന് ഒന്നും ഇടാതല്ലേ നമുക്ക് ആ കാശ് കിട്ടിയത്.
and then you just pay them back what they gave you. മനസ്സിലായി. നമ്മളൊന്നും ചെയ്യാതെ നമുക്ക് കാശ് കിട്ടിയില്ല. മറ്റേത് നമ്മൾ കൈ നിട്ടെന്നെങ്കിലും പറയാം, ഇത് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, വേറെ ആളുടെ കാശാ. മനസ്സിലായില്ലേ? ഞാൻ ഈ കാര്യങ്ങൾ എന്താ പറയാ, വേറെ ആൾക്കാരെ കയ്യിൽ നിന്ന് ലൈക്ക് വി ക്യാൻ ടേക്ക് മണി ഇൻവെസ്റ്റ് എന്നുള്ളതൊക്കെ 1% വന്നിട്ടാണ് ഐ എം ലൈക്ക് ഓക്കെ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ സ്ട്രാറ്റജി ഉണ്ട്, ഇങ്ങനെ സ്ട്രാറ്റജി ഉണ്ട് എന്നൊക്കെ പറയാം. ലൈക്ക് എന്റെ ലൈക്ക് ദിസ് എ ബുക്ക് ദാറ്റ് ഐ കീപ്. ഇതിന്റെ അകത്ത് മോന്റെ ഞാൻ ഈ മറ്റേ മെന്റർഷിപ്പിൽ ചെയ്യുന്ന സമയത്ത് എഴുതിയ ബുക്ക് എടുത്ത ബുക്കാണ്. ഇതിൽ ആദ്യത്തെ പേജ് മാത്രമേ ഉള്ളൂ അവരെ ക്ലാസ്സിൽ നിന്ന് എഴുതിയ ഒരൊറ്റ പേജ്. ഇത് മാത്രമേ ഉള്ളൂ അവരത്. ബാക്കി ഈ കാണുന്ന മൊത്തം മോന്റെ ക്ലാസ്സിൽ നിന്നുള്ളതാ. മനസ്സിലായോ? സോ അപ്പം ലൈക്ക് ഞാൻ ഓരോ പ്രോപ്പർട്ടിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. സോ ഇറ്റ്സ് വെരി ഈസിയർ. ഇപ്പൊ മോ പറഞ്ഞ ഈ ഒരു മെത്തേഡും ഇറ്റ്സ് ഹെൽപ്ഫുൾ. വെൻ ഐ എം തിങ്കിങ് അബൌട്ട് ഇറ്റ് നൗ makes a lot of sense. അങ്ങനെ ചെയ്യുമ്പം I get more time to do other things to grow myself as well. ഞാൻ അതിൻ്റെ എക്സാമ്പിള് ഞാൻ സാലിനെ വെച്ച് ഞാൻ പറഞ്ഞു തരാം. അതിനു മുന്നേ would you like to tell everyone what sort of side hustle are you doing? എന്താണ് ആ സ്ട്രാറ്റജിയുടെ പേര്? എങ്ങനെയാണ് ആ സ്ട്രാറ്റജി വർക്ക് ആവുന്നത്? പ്രോപ്പർട്ടിയിലാണ് സാലി ചെയ്യുന്നത്. അപ്പം എന്ത് സ്ട്രാറ്റജിയാണ് ചെയ്യുന്നത്? സാലി പ്രോപ്പർട്ടി വെച്ച് സാലിക്ക് എങ്ങനെയാണ് പൈസ കിട്ടുന്നത്? സാലി എങ്ങനെയാണ് റവന്യൂ മേക്ക് ചെയ്യുന്നത്? പ്രോഫിറ്റബിൾ എങ്ങനെയാണ് ആക്കുന്നത്? ഇതെങ്ങനെയാണ് സാലി റൺ ചെയ്യുന്നത് എന്ന് ക്വിക്കായിട്ട് ഒരു ചെറിയൊരു ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ മോ പറഞ്ഞുകൊണ്ട് ഞാനും ലൈക്ക് ഹൗ ഐ കെയിം ഇൻ ടു ദിസ് എന്താ പറയുക സ്ട്രാറ്റജി ഓഫ് റെന്റ് ടു റെന്റ് അങ്ങനത്തെ സംഭവം എങ്ങനെ വന്നു എന്ന് ഞാനും പറയാം. ഐ വാസ് ഓൾസോ വെരി കീൻ ലൈക്ക് ബിക്കോസ് ഐ എം മേക്കിംഗ് ഇൻകം. ബിക്കോസ് ഇവിടെ ഇപ്പം ബിക്കോസ് ഫാമിലി ബിസിനസ് ആയതുകൊണ്ട് തന്നെ ബിക്കോസ് മൈ റെന്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇസ് സോർട്ടഡ് ഫോർ മീ. അൽഹംദുലില്ലാ ലൈക്ക് കുറെയൊക്കെ ഐ ക്യാൻ സേവ് അപ്പ് കമ്പയർ ടു ഇവിടെ വരുന്ന വേറെ സ്റ്റുഡൻസിനെ കമ്പയർ ചെയ്യുന്നു. സോ എനിക്ക് ആ രീതിയിൽ കുറച്ച് എൻ്റെ ബ്രദർ ഇസ് വെരി എന്താ പറയുക എൻ്റെ നമ്മളെല്ലാവരെയും ബോഡി ഹെൽത്ത് കാര്യങ്ങളെല്ലാം നോക്കണം എന്നുള്ളതുകൊണ്ട് ഹി ഗിവ്സ് അസ് പേഴ്സണൽ ട്രെയിനർ, ജിം എല്ലാം ഹി ഈസ് ടേക്കൺ കെയർ ഓഫ്. സോ ഹി ലുക്സ് ആഫ്റ്റർ ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ്. അപ്പം അതിന്റെ കൂടെ ഐ വാണ്ടഡ് ടു ഡു സംതിങ് ഓഫ് മൈ സെൽഫ് ആസ് വെൽ, അതായത് ഒരു സൈഡ് ഇൻകം ആയിരിക്കും. അങ്ങനെ ഇത് ഞാനൊരു 5th സ്റ്റാൻഡേർഡ് തൊട്ടേ എന്റെ മൈൻഡിലുണ്ട്. ഞാൻ ഈ ഗപ്പീനൊക്കെ മേടിച്ച് എങ്ങനെ വിൽക്കാൻ പറ്റുമെന്നൊക്കെ അന്ന് ആലോചിച്ച ആളാണ്. അപ്പോൾ എവറി ടൈം ബിക്കോസ് എന്തെങ്കിലും ഇൻകം വരുമ്പം ഈ ഇൻകം എങ്ങനെ എനിക്ക് ഡബിൾ ആക്കാം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ഐ റെഡ് ദിസ് ബുക്ക് ദ റിച്ച് മാൻ ഇൻ ബാബിലോൺ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. അത് വായിച്ചപ്പോൾ ഓ നൈസ്, അതായത് ഒരു പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസ നമുക്ക് വർക്ക് ചെയ്യണം, നിങ്ങൾക്ക് ഇത്ര പേ ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയിൽ ഇറ്റ് ഗേവ് മീ എ ഫിനാൻഷ്യൽ ഐഡിയ അബൌട്ട് ഹൗ യു ഷുഡ് മാനേജ് യുവർ മണി. വായിച്ചിട്ടൊന്നും അറിഞ്ഞൂടാ എനിക്ക്. ഗുഡ്. അത് ലൈക്ക് ഒരു ഇൻകം വന്നു കഴിഞ്ഞാൽ ഇത്ര ഇൻകം നിങ്ങൾക്കൊരു സാലറി പേ ചെയ്യണം എന്നാണ് ആ ബുക്ക് പറയുന്നത്. ദിസ് ഈസ് യുവർ ഇൻകം. അല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ എല്ലാം കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കരുത്. ഇറ്റ്സ് ലൈക്ക് യു ആർ ജസ്റ്റ് മേക്കിംഗ് മണി ഫോർ അതേഴ്സ് എന്നുള്ള രീതി ആയിപ്പോകും. സോ rather than that you have to pay yourself എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെ നിന്ന് then I'm like I started saving up. അതിനുശേഷം every time I'm just constantly looking at things. എങ്ങനെ പൈസ ഈ ഉള്ള സേവിങ്സ്, ബിക്കോസ് എനിക്കും മോ പറഞ്ഞ കാര്യം അക്കൗണ്ടിൽ ഈ ഇത്ര പൈസ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, അതൊരു എന്താ പറയുക ലിമിറ്റഡ് ആണ്, അത് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പം അത് എങ്ങനെ കൂടുതൽ ഇൻകം ആക്കാം, ഹൗ ക്യാൻ വി മേക്ക് ദ മണി വർക്ക് ഫോർ അസ് എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചു തുടങ്ങി. അപ്പം കാണുന്നവരടുത്ത് സംസാരിക്കുമ്പം ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ അവരടുത്ത് സംസാരിക്കും, എന്താ അവർ ചെയ്യുന്നതെന്ന് ചോദിക്കും. അങ്ങനെ കാണുന്ന എല്ലാ ഇൻസ്റ്റാഗ്രാം ഫീഡും ഫോളോ ചെയ്യും, ഇത് ഏതൊക്കെ മണി മേക്കിംഗ് ഇതുള്ളതെല്ലാം ഫോളോ ചെയ്യും. അങ്ങനെ ഓരോ പേജും കാണും. എന്നിട്ട് I didn't take action like until last 2023 ഡിസംബറിനാണ് ഞാൻ ആക്ഷൻ എടുക്കുന്നത്. അതിനു മുമ്പ് വരെ ആക്ഷൻ എടുക്കാൻ ഒരു പേടിയാ. കാരണം എന്താ പറയാ, സ്കാം ആണോ, കാരണം നമ്മൾ കുറെ പേരെ കാണുന്നുണ്ട് സ്കാം ആയിരുന്നു അല്ലെങ്കിൽ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു വിശ്വാസക്കുറവ്, അപ്പം ചെയ്യാനൊരു മടിയായിരുന്നു. അപ്പം നമ്മൾ വെക്കേഷൻ പോയപ്പം എൻ്റെ ഒരു കസിൻ ഉണ്ട്,
ഖത്തറിലാണ് പുള്ളി ഉള്ളത്. പുള്ളി സെയിം പരിപാടിയാണ് ചെയ്യുന്നത് ഖത്തറിൽ. ലൈക്ക് ഒരു വില്ല എടുത്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കുന്ന. ഹി ഹാസ് മോർ ദാൻ 100 പ്രോപ്പർട്ടീസോ അങ്ങനെ എന്തോ ഉണ്ട് അവിടെ. അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്, കുറെ വർഷമായിട്ട് ചെയ്യുന്നു. അപ്പൊ പുള്ളി ഇങ്ങനെ നമ്മൾ ഓരോന്നും പറഞ്ഞു പുള്ളി പറഞ്ഞ് ഇപ്പോഴാണ് റിസ്ക് എടുക്കാൻ പറ്റുന്ന ടൈം. ലൈക്ക് ഫ്രം 20 to 30 is a risk time. ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെയും നമുക്ക് റിസ്ക്, ലൈക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും വി ക്യാൻ മേക്ക് അപ്പ് ദാറ്റ് വാട്ട് എവർ റിസ്ക് യു വെന്റ് ത്രൂ. ഒരു 35 ഒക്കെ കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ആ റിസ്ക് നിങ്ങളെ എഫക്ട് ചെയ്ത് തുടങ്ങും. ബിക്കോസ് യു ഹാവ് ഫാമിലി ഓർ യു ഹാവ് അതർ റെസ്പോൺസിബിലിറ്റി. അപ്പം ഈ ഒരൊറ്റ കോട്ട തന്നത്, ഇഫ് നോട്ട് നൗ ദെൻ വെൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ദാറ്റ് ഇസ് സോ ട്രൂ. എന്നിട്ട് പിന്നെ ഓക്കെ ഫൈൻ ഫെയർ, ഞാൻ വന്നു. അങ്ങനെ ഈ ഒരു പ്രീവിയസ് മെന്റർഷിപ്പ് ഞാൻ അങ്ങനെയാണ് വാട്ട് എവർ. ഇപ്പൊ പോയി കഴിഞ്ഞാൽ വിൽ മേക്ക് ദ മണി ബാക്ക്, ഡസന്റ് മാറ്റർ. പക്ഷെ വാട്ട് ഇഫ് ഐ പേ ഫോർ ദിസ് ആൻഡ് സംതിങ് ബെറ്റർ കംസ് അലോങ് വിത്ത് ദാറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പേയ്മെന്റ് കൊടുത്തു. അത് 2000 പൗണ്ട് അങ്ങനെ എന്തോണ് ഞാൻ കൊടുത്തത് ആ മെന്റർഷിപ്പിന്. ആൻഡ് ദെൻ അതില് ഐ ഫിഗർഡ് ഔട്ട് എന്താ പറയാ, ഒരു കമ്പനി എങ്ങനെ എടുക്കണം, ഒരു കമ്പനി എങ്ങനെ ഫോം ചെയ്യണം. അതൊന്നും അവർ ഹെൽപ്പ് ചെയ്തില്ല, ഞാൻ തന്നെ പിന്നെ ഫിഗർ ഔട്ട് ചെയ്യേണ്ടി വന്നു. കാരണം അവർ അതിലൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല അവർ. അപ്പൊ then I figured out എങ്ങനെ അത് ചെയ്യാം, ഏത് രീതിയിൽ ചെയ്യാം എന്നൊക്കെ ഉള്ളത്. ഐ കോൾഡ് അപ്പ് ഓരോ സോളിസിറ്ററിനെ വിളിച്ച് സംസാരിക്കും, ഇത് ഫിഗർ ഔട്ട് ചെയ്യും. ആൻഡ് ദ അതർ തിങ് ഇസ്, ഞാൻ സ്റ്റുഡന്റ് ആയതുകൊണ്ട് എന്റെ പേരിൽ തുടങ്ങാൻ പറ്റില്ല ഇവിടെ കമ്പനി. സോ ഐ ആസ്ക്ഡ് ദം. ആൻഡ് ഇവിടെ നമ്മളെ ഈ കമ്പനി, ഇവിടെ നമ്മളെ ബ്രദറിന്റെ കമ്പനി വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് കുറച്ചൊക്കെ ഒരു കമ്പനി എങ്ങനെ റൺ എന്നൊരു ഐഡിയ കിട്ടിയിരുന്നു. ബിക്കോസ് ഐ വർക്ക് ക്ലോസ്ലി വിത്ത് ദ പീപ്പിൾ ഹൂസ് റണ്ണിങ് ദ ബിസിനസ്. അതുകൊണ്ട് എനിക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മളെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു രീതിയിൽ, അതായത് ബ്രദറിന്റെ പേരിൽ ഫാദർ ഔട്ട്സൈഡ് ദ UK ആണെങ്കിലും ഇവിടെ കമ്പനി തുടങ്ങാന്നുള്ളത് അങ്ങനെ അറിയാവുന്നു. ആൻഡ് ദെൻ ഐ വാസ് ലൈക്ക് ഓക്കെ ഇങ്ങനെയാണെങ്കിൽ പറ്റുമെന്ന് പറഞ്ഞിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ദെൻ ത്രൂ ദം എന്ന് പറയാൻ പറ്റൂല, ബട്ട് ഒരു ചെറിയൊരു ഐഡിയ വെച്ചിട്ട് ആണ് Airbnb മോഡൽ, അതായത് റെന്റ് ടു SA എന്നുള്ളൊരു സ്ട്രാറ്റജി അവർ ത്രൂ ആണ് മനസ്സിലാക്കുന്നത്. ബിക്കോസ് ലൈക്ക് ദേ സ്റ്റാർട്ടഡ് ദ ബിസിനസ് ആൻഡ് ദെൻ the income they are making is too much. And അവര് സ്റ്റുഡൻസ് ആയിട്ട് കയറുന്നവരെ സക്സസ്, ലൈക്ക് ഒരു ബുക്കിംഗ് വരുന്ന പേ ഔട്ട് 2000 പൗണ്ട് 3000 പൗണ്ട് ഒക്കെ ഇങ്ങനെ ബുക്കിംഗ് വരുമ്പോ അവന്റെ കൊള്ളാലോ. ഒരു ബുക്കിംഗ് 2000 പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ലൈക്ക് ഒരു മാസത്തെ സാലറിയാണ് ഒരു ബുക്കിംഗ് കിട്ടുന്നത്. ലൈക്ക് ഓക്കെ വാവ്, എന്നാ പിന്നെ ഇത് എന്താന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അവിടെ കൊടുത്തത്. എന്നിട്ടാണ് ഓക്കെ ഇത് കൂടുതൽ പഠിക്കുമ്പം കാര്യമുണ്ട്, കൂടുതൽ ഡെപ്ത് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവരെ മെന്റർഷിപ്പ് അത്ര അങ്ങോട്ട് അടിപൊളി അല്ലാത്തതുകൊണ്ട് ഐ ഹാഡ് ടു ടേക്ക് ദ, എനിക്ക് എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഫണ്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ബിക്കോസ് ദെയർ തിങ് ഇസ് എവറി മന്ത് ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലിലുള്ള ഒരു സംഭവമുണ്ട്. അപ്പം എന്റെ ഒരു പ്രോപ്പർട്ടി ആവുന്നതും ഇല്ല, പൈസയും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഐ എം ജസ്റ്റ് ഫ്രസ്ട്രേറ്റഡ്. എങ്ങനെയെങ്കിലും ഒരു പ്രോപ്പർട്ടി എടുക്കണം, കാരണം അതെടുത്താലല്ലേ ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പൈസ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, ദാറ്റ് ഇസ് നോട്ട് ഓക്കെ. അങ്ങനെ പിന്നെ നമ്മള് ആ ഗ്രൂപ്പിൽ തന്നെ ഒരു സോഴ്സർ ത്രൂ വന്നു, സോഴ്സറിന്റെ ഒരു പ്രോപ്പർട്ടി വന്നു. അത് ഞാൻ ഓക്കെ നമ്മൾ 2023 ഞാൻ നമ്മള് ഈ മെന്റർഷിപ്പിന് ജോയിൻ ചെയ്യുന്നത്. ഫെബ്രുവരി ആയി ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോ. അത് എങ്ങനെ തുടങ്ങാൻ പറ്റും എന്നുള്ളതെല്ലാം ആലോചിച്ച് ഫിഗർ ഔട്ട് ചെയ്ത് എന്നിട്ട് ജൂലൈയിലാണ് ഈ പ്രോപ്പർട്ടി എടുക്കുന്നത്. സോഴ്സ് ത്രൂ ആണ് എടുത്തത്. പക്ഷെ അത് എടുത്തപ്പോഴും ഈ മെന്റർഷിപ്പിന്റെ അത്രയും ഇതൊന്നും കിട്ടുന്നില്ല. പിന്നെ അതിന്റെ എന്താ പറയാ ബെനിഫിറ്റ് ഒക്കെ പോയി, അവര് തരുന്ന സപ്പോർട്ട് എല്ലാം പോയി. അപ്പൊ പിന്നെ എല്ലാം സ്വന്തമായിട്ട് ഫിഗർ ഔട്ട് ചെയ്യലായിരുന്നു. സോഴ്സർ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോഴ്സർ കുറെ ഹെൽപ്പ് ചെയ്തത്. സോഴ്സറാണ് ടെനന്റ് റൈറ്റിനെ പറ്റിയൊക്കെ എനിക്ക് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് അതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലെന്ന് പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് നീ ഏത് മെന്റർഷിപ്പിലാണെന്ന് പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞ നീ ഇത് നന്നായി മാറിയെന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. പിന്നെ ഞാൻ അപ്പോഴും മോനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ആ സമയം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു തന്ന ടേണോ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് എന്റെ ക്ലീനറിനെ കണ്ടുപിടിച്ചത്. ടേൺ ഓഫ് ഫോർ ഹോസ്റ്റിന്റെ ആപ്പ് കണ്ടിട്ട്. എന്നിട്ടാണ് അപ്പൊ അന്ന് ഓക്കെ പറയുന്നതിൽ ഒരു കാര്യമുണ്ട് എന്ന് അത് ത്രൂ മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ ഈ പ്രോപ്പർട്ടി എടുത്തു.
whatever issues that I faced, learned, അതിൽ നിന്ന് പഠിച്ചു, അതെല്ലാം ഫിക്സ് ചെയ്തു. whatever problems that I had, I fixed that. അതിനുശേഷം അൽഹംദുലില്ലാ ചെറിയ രീതിക്ക് പ്രോഫിറ്റ്സ് വന്നു തുടങ്ങി, which is like at least £500 a month വെച്ചിട്ടൊരു പ്രോഫിറ്റ് ഇങ്ങനെ ചെറിയ രീതിയിൽ വന്നു. ഈ എന്നിട്ട് അൽഹംദുലില്ലാ ഏറ്റവും ഫസ്റ്റ് ഒരു ലോങ് ടേം ബുക്കിംഗ് ലാസ്റ്റ് മന്ത് ആണ് വന്നത്, ഫെബ്രുവരിയിൽ വന്നു. 44 നൈറ്റിന്റെ ഒരു ബുക്കിംഗ് ആണ് വന്നത്. പേ ഔട്ട് ഇസ് എത്രയാണ് അതിന്റെ അക്കൗണ്ടിലോട്ട് ഇതുവരെ കേറിയിട്ടില്ല, വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അതിന്റെ പേയ്മെന്റ് എത്രയായിരുന്നു വരുമ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ട് നമ്മളെ ഗ്രൂപ്പിനകത്തേക്ക് ഇടണം. നമുക്ക് പേ ഔട്ട് വാസ് എത്ര 3,372 pound ആണ് അതിന്റെ പേ ഔട്ട്. അടിപൊളി, മോർ ദാൻ മൈ സാലറി. അടിപൊളി. അപ്പം ഐ എം ലൈക്ക് ഓക്കെ അൽഹംദുലില്ലാ, ലൈക്ക് ഗുഡ് തിങ്സ് ആർ ഹാപ്പനിങ് എന്നുള്ള രീതിയിൽ. എന്നിട്ട് ദെൻ ഇപ്പം ആ ഗസ്റ്റ് പോയി ഇറങ്ങി, പിന്നെ ഇപ്പോഴും വീണ്ടും ബുക്കിങ്ങുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി കൂടുതൽ ബുക്കിംഗ് കിട്ടും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് അത് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ്, ബിക്കോസ് ഐ ടുക്ക് എ പ്രോപ്പർട്ടി ത്രൂ ദ സോഴ്സർ, എനിക്കിത് ഫുള്ളി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. അതായത് ഈ പ്രോപ്പർട്ടി എങ്ങനെ സ്വന്തമായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഐ എം ലൈക്ക് ഓക്കെ, ഐ നീഡ് മോർ നോളജ് ഓൺ ദിസ്. അപ്പം എനിവേ ഐ സ്പെൻഡ് മണി, ഐ കാൺ ജസ്റ്റ് സ്റ്റോപ്പ് നൗ. I need to know more, I need to get more knowledge. Whatever I lost, it's okay. I need more knowledge. അത് വീണ്ടും ഉണ്ടാക്കാം എന്നുള്ള മൈൻഡാണ്. പിന്നെ അപ്പോൾ തന്നെയാണ് വീണ്ടും മറ്റേ പ്രീവിയസ് കോട്ട് വരുന്നത്, ഇഫ് നോട്ട് നൗ. അപ്പൊ ലൈക്ക് ഇറ്റ്സ് ഓക്കെ, വിൽ ഫിഗർ ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ മോന്റെ അടുത്ത് സംസാരിക്കുന്നത്. Then after I got in one personന്റെ ഇതിനകത്ത് കയറിയ ശേഷം മോ പഠിപ്പിച്ചത് റെന്റ് ടു എസ് അല്ല, മോ പഠിപ്പിക്കുന്നത് എങ്ങനെ പൈസ ഉണ്ടാക്കാം. അപ്പൊ അത് ഭയങ്കര ഒരു പോയിന്റ് ആയിരുന്നു കേട്ടോ. മോ എന്റെ അടുത്ത് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെ പൈസ ഉണ്ടാക്കാന്നാണെന്ന് പറഞ്ഞപ്പോ ഓ അങ്ങനെയാണല്ലേ. അതുവരെ എന്റെ മൈൻഡിൽ എസ് എ ആയിരുന്നു. എന്നിട്ടാണ് മോ തിരിച്ചിട്ട് പറഞ്ഞത് നമ്മൾ എങ്ങനെ പൈസ ഉണ്ടാക്കുക. ഓക്കെ, ഇത് എസ് എ അല്ലെങ്കിൽ എച്ച് എം ഒ അല്ല, സോറി, ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ അത് എച്ച് എം ഒ പറ്റൂലേ, എസ് എ പറ്റൂലേ, അത് ഒന്നും പറ്റൂലെങ്കിൽ മാനേജ്മെന്റ്. അപ്പൊ വാവ്. എന്നിട്ട് നമ്മളെ ഫണ്ടിൽ നമുക്ക് അത് സോഴ്സ് ചെയ്യാം. അപ്പം ലൈക്ക് ഞാൻ അറിയാത്ത കുറെ കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. അപ്പം പല ഐഡിയാസ് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ആൻഡ് ആ ഗ്രൂപ്പിൽ തന്നെ ഇപ്പം നമ്മളെ പിന്നെ പറഞ്ഞൊരു കാര്യമാണ്, മൂ പറഞ്ഞൊരു ഇത് ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യത്തിനെ പറ്റി. ഐ ഡിഡ്ന്റ് ഹാവ് മച്ച് ഐഡിയ അബൌട്ട് ഇൻസ്റ്റാഗ്രാം എന്തുമാത്രം ബെനഫിഷ്യൽ ആണെന്നുള്ളൊരു ഇത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പൊ ഇപ്പൊ അതിലും ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ടു ക്രിയേറ്റ് മോർ കണ്ടന്റ്, പുട്ട് ഇറ്റ് ഇൻ ദ ഇൻസ്റ്റാഗ്രാം. അതില് ത്രൂ മോ പറയുന്ന വരി കൂടുതൽ ക്ലയന്റിന് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഐ ആം അറ്റ് ദ മൊമെന്റ് ട്രൈങ് ടു ഗെറ്റ് മോർ പ്രോപ്പർട്ടീസ്, ഫിഗർ ഔട്ട് ഹൗ ടു ഗെറ്റ് മോർ പ്രോപ്പർട്ടീസ് ഇൻഷാല്ലാഹ്. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അറ്റ് ദ മൊമെന്റ് പോണത്. ഓൺ ദ സൈഡ് ഈ ഫാമിലി ബിസിനസ്സും ഉണ്ട് അതിലും, ബിക്കോസ് ഫാമിലി ബിസിനസ് ആയതുകൊണ്ട് വി വർക്ക് ടുഗദർ ആസ് എ ടീം. അപ്പൊ അവിടെയും ഐ ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. ഒരു വർക്ക് മാതിരി അല്ല, വിച്ച് ഇസ് ഓൾസോ ലൈക്ക് അവിടെയും കുറെ കാര്യം പഠിക്കാനുണ്ട്. സോ ഐ എൻജോയ് ബോത്ത്. അതാണ് ഒരു ചെറിയൊരു ബ്രീഫ്, ഒരു സമ്മറി ആയിട്ട് പറയാനായിട്ട് ഇതാണ് എൻ്റെ ഒരു പോക്ക്. മനസ്സിലായി. സാലിന് ഇപ്പം ഈ പറഞ്ഞ ബുക്കിങ്സ് ഒക്കെ വന്നില്ലേ, നമുക്ക് നമ്മളിലൊരു പ്രോപ്പർട്ടി ഉണ്ട്, നമുക്ക് ബുക്കിങ്സ് വരുന്ന ഇത്ര റവന്യൂ കിട്ടുന്നത്, ദിസ് ഇസ് ദ പേ ഔട്ട്. സോ നമുക്ക് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഈ സ്ട്രാറ്റജി. ഇപ്പം മറ്റൊരാൾക്ക് ഇത് ചെയ്യണമെങ്കിൽ, വേറൊരാൾക്ക് സാലിയും ഞാനും എല്ലാം ചെയ്യുന്ന പോലെ ചെയ്യണമെങ്കിൽ എന്താണ് ആക്ച്വലി ചെയ്യേണ്ടത്? അവർക്ക് എവിടുന്ന് പ്രോപ്പർട്ടി കിട്ടും, ആരുടെ പ്രോപ്പർട്ടി, എന്താണ് അവരത് വെച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്കിപ്പോൾ സാലിന് ഇപ്പോൾ വന്ന പോലത്തെ ബുക്കിങ്സ് കിട്ടണമെങ്കിൽ എന്ത് ആക്ടിവിറ്റിയാണ് അവർ അതിനകത്ത് ചെയ്യേണ്ടത് എന്നൊന്ന് ഓഡിയൻസിന് വേണ്ടി ഒന്ന് ക്വിക്കായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഈ ഒരു മോഡൽ ലൈക്ക് റെന്റ് ടു എസ് എ ഓർ എച്ച് എം ഒ അങ്ങനത്തെ സ്ട്രാറ്റജി ഞാൻ ഇവിടെ ചിക്കിങ് തുടങ്ങിയാലോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. UK ചിക്കിങ്ങിന്റെ ഫ്രാഞ്ചൈസി എടുത്തിട്ട് തുടങ്ങിയാലോ. കാരണം ചിക്കിങ് ഇവിടെ നമ്മൾ തൊട്ടടുത്ത് ബർമിംഗ്ഹാമിൽ ചിക്കിങ്ങിന്റെ ഇതുണ്ട്. അപ്പം
അത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇതിന്റെ മാനേജറിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതേമാതിരി ബർഗർ ആൻഡ് സോസ് തുടങ്ങിയ എങ്ങനെ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ഇതിനൊക്കെ ഇനിഷ്യൽ ക്യാപിറ്റൽ ഹൈ ആണ്, ലൈക്ക് അറൌണ്ട് 80,000 പൗണ്ടോ അങ്ങനെ എന്തോ വേണം ഇത് സെറ്റപ്പ് ചെയ്തെടുക്കാൻ, ദ സ്റ്റോർ. അത് കാരണം അതിന്റെ മെഷീനറി അത് ഇത് അങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ അത്രയും ഇൻവെസ്റ്റ്മെന്റിനുള്ള ഫണ്ട് ആസ് എ സ്റ്റുഡന്റ് എനിക്ക് തോന്നില്ല ഇവിടെ വരുന്നവർക്ക് ഉണ്ടാകുമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സ്ട്രാറ്റജി കേൾക്കുമ്പം വാട്ട് അട്രാക്റ്റഡ് മീ ഇസ് യു ഡോണ്ട് നീഡ് ദാറ്റ് മച്ച് ഓഫ് ആൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. അണ്ടർ 10K ഇസ് ഇനഫ് ഫോർ, ലൈക്ക് അണ്ടർ 10K വേണ്ട, ബട്ട് 10K ഇസ് സംതിങ് ലൈക്ക് നമ്മളൊരു 2 ബെഡ് ഒക്കെ എടുക്കുകയാണെങ്കിലാണ്, ഒരു 1 ബെഡ് ഒക്കെ എടുക്കുകയാണെങ്കിൽ മാക്സ് ടു മാക്സ് ഒരു 5 to 6K മതി. അത് നിങ്ങൾക്ക് അതിനും കുറയ്ക്കാനായിട്ട് പറ്റുകയൊക്കെ ചെയ്യും. എനിക്കായ ഒരു എമൗണ്ട് ആണ് ഞാൻ പറഞ്ഞത്. ലൈക്ക് നമ്മളത് അത്രയും ഷാർപ്പായിട്ട് ഓരോ സാധനങ്ങൾ മേടിക്കുന്നതിന്റെ കോസ്റ്റ് ഒക്കെ നോക്കിയും കണ്ടും മേടിച്ചു കഴിഞ്ഞാൽ അതിനും കുറയ്ക്കാനൊക്കെ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി കണ്ടപ്പം ഐ എം ലൈക്ക് എന്നെ കൊണ്ട് പറ്റുന്ന, ലൈക്ക് എന്റെ ഒരു ഇതില് സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്കൊക്കെ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും. ആൻഡ് ദ അതർ ബിഗസ്റ്റ് തിങ് ഇസ് ഇതിന്റെ ROI. ചിക്കനും ബർഗർ ആൻഡ് സോസ് ഒക്കെ നിങ്ങൾ ഒരു 80,000 ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ROI കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കുറെ ടൈം എടുക്കും. അത് അത്രയും കച്ചവടം നടന്ന പൈസ തിരിച്ചു വരണം. ഇത് നിങ്ങൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഒരു 1.5 ഇയറിനുള്ളിൽ നിങ്ങൾക്ക് ഇട്ട പൈസ തിരിച്ചു വരും. എന്റെ സിറ്റുവേഷനിൽ ഈ പ്രോപ്പർട്ടി ഇപ്പം ഞാൻ എടുത്തിട്ട് 1 ഇയർ കഴിഞ്ഞു. പക്ഷെ ബിക്കോസ് ഐ ഹാഡ് ടു ഗോ ത്രൂ എ ലോട്ട് ഓഫ്, എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് കുറെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. സോ ദർ വാസ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ആ പ്രോപ്പർട്ടിയിൽ. അങ്ങനെ കുറച്ച് റീഫർബ് ഒക്കെ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് കുറെ ഇല്ലെങ്കിൽ ഐ തിങ്ക് ഐ വുഡ് ഹാവ് എന്താ പറയാ ആ പ്രോപ്പർട്ടിയിൽ ഞാൻ ഇട്ട ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു വരാനുള്ള ടൈം ആയി കാണും. സോ ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് ഗെറ്റ് എ മെന്റർ ഹു ഇസ് വെരി ഗുഡ്. അത് കാരണം ഇറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട് ഇൻ സേവിങ് ദ, ലൈക്ക് നമ്മളെല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ചെയ്യാൻ പഠിക്കാമെന്നായിരിക്കും. ഇത് ഞാൻ എന്റെ ഫാദറിന്റെ അടുത്ത് ഞാൻ അടുത്ത് പറഞ്ഞൊരു കാര്യം, നമ്മളെല്ലാരും വിചാരിക്കും സ്വന്തമായിട്ട് ചെയ്യാം, ഫിഗർ ഔട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്ത് പോകുമ്പം കുറെ പ്രശ്നങ്ങൾ വരും. കുറെ പ്രശ്നങ്ങൾ വരുന്നതിന് കുറെ എക്സ്പെൻസ് ഉണ്ടാവും. ആ എക്സ്പെൻസിനേക്കാൾ കുറവായിരിക്കും നമ്മളൊരു പഠിച്ച ആൾക്ക് കൊടുത്തിട്ട് മനസ്സിലാക്കുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ വരൂല. That is what I have understood. അപ്പം I don't mind paying someone if they give me the value for making me money. അപ്പം ഈ ഒരു സ്ട്രാറ്റജി ഞാൻ അങ്ങനെയാണ്, because the ROI and the initial investment less ROI very easily achievable ആയതുകൊണ്ട് for me it was the best business model to start as a starter for, like ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക്. കുറെ ബിസിനസ് ഉള്ളവർക്ക് ചിലപ്പം ഇത് ഇൻട്രസ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല, അറിയില്ല. ബട്ട് ആസ് എ സ്റ്റാർട്ടർ ഇത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആവാനുള്ളതാണ്. എന്നെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ടു ഫൈൻഡ് എ പ്രോപ്പർട്ടി ഇപ്പം ലൈക്ക് ഒന്നെങ്കിൽ ഇപ്പം ഞാൻ മെന്റേഴ്സിന്റെ ഹെൽപ്പ് എടുത്തിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. അപ്പം മെന്റേഴ്സിന് ഇപ്പം നമ്മളിപ്പം പ്രോപ്പർട്ടി ഞാനിത് എടുത്തത് തന്നെ വി ക്യാൻ കോൾ അപ്പ് ഇവിടെ ലാൻഡ് ലോഡും ഏജൻസും ആയിട്ടുള്ളവരുണ്ട്. വി ജസ്റ്റ് ഗൂഗിൾ ഇവിടെ ഓൺലൈൻ വെബ്സൈറ്റ് സൂപ്ല അങ്ങനത്തെ കാര്യങ്ങൾ കയറിയിട്ട് ഏജൻസും പ്രോപ്പർട്ടി നമ്മൾ കാണുന്ന പ്രോപ്പർട്ടികൾ കണ്ട് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഓക്കെ ഈ പ്രോപ്പർട്ടി വർക്ക് ആവുമെന്ന് നോക്കേണ്ട ഒരു സെറ്റപ്പ് ഒക്കെ നമുക്ക് ഈ മെന്റർഷിപ്പിലൂടെ നമുക്ക് അത് പഠിക്കാൻ പറ്റും. അത് ഓൺലൈനിൽ ഞാൻ അധികം പോയി നോക്കിയിട്ടില്ല. ഐ ഹാവ് ഓൾവേസ് ഫോക്കസ്ഡ് ഓൺ മെന്റർഷിപ്പ്. അതാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള മാത്രം പഠിച്ച് അങ്ങ് പോവാം. അപ്പൊ അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോംസിൽ നിന്ന് നമ്മൾ കാണുന്ന പ്രോപ്പർട്ടികളെ വിളിച്ചിട്ട് അവരുടെ അടുത്ത് പറയും നമ്മള് വി ആർ കമ്പനി ഹു ഇസ് ഡൂയിങ് പ്രോപ്പർട്ടി മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഫ് യു ആർ വില്ലിംഗ് ടു ഗിവ് ദ പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിക്കും. അതിനൊരു രീതിയുണ്ട് സ്ട്രാറ്റജി ആയിട്ട് സംസാരിക്കാനായിട്ടുള്ള. there's a lot of no's that you will face. പക്ഷെ അത് എങ്ങനെ യെസ് ആക്കണം എന്നുള്ളതൊക്കെ പഠിക്കാൻ പറ്റും. എന്നിട്ട് ആ ഒരു പ്രോപ്പർട്ടി കിട്ടുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ആ ഒരു പ്രോപ്പർട്ടി കിട്ടാനായിട്ട് വലിയ പാടില്ല. ആൻഡ് ദെൻ ഇത് പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ വി ജസ്റ്റ് ഹാവ് ടു പേ റെന്റ് എവറി മന്ത്. നമ്മളൊരു ബേസിക്കലി ഇതിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു ലാൻഡ് ലോഡിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഓൺ ചെയ്യുന്നില്ല ആ പ്രോപ്പർട്ടി. നമ്മൾ ആ പ്രോപ്പർട്ടി ലാൻഡ് ലോഡിന്റെ റെന്റ് കൊടുത്ത് ആ പ്രോപ്പർട്ടി നമ്മൾ എടുത്തു, അതൊന്ന് നമ്മൾ റീഫർബ് ചെയ്യും, ഒന്ന് സ്റ്റേ ചെയ്യും, എന്നിട്ട് അത് വേറെ ആൾക്ക് ലെറ്റ് ഔട്ട് ചെയ്യും. അപ്പോൾ അത് ഇല്ലീഗലാണോ UK-യിൽ? നമുക്ക് ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രോപ്പർട്ടി വാടകയ്ക്ക് എടുത്തിട്ട്
നമുക്ക് തിരിച്ച് വാടകയ്ക്ക് കൊടുക്കാനുള്ള പെർമിഷൻ ഉണ്ടോ? ഇവിടെ കുറെ പേര് വിചാരിക്കുന്നത് ഇത് ഇല്ലീഗലാണ്, ബട്ട് ഇറ്റ്സ് നോട്ട് ട്രൂ. ഇവിടെ ഞാൻ 2-3 ലാൻഡ്ലോഡ് സംസാരിച്ചപ്പോഴൊക്കെ അവര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇല്ലീഗൽ അല്ലേ എന്നൊക്കെ. പക്ഷെ അപ്പോഴാണ് ഞാൻ അപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, ഇറ്റ്സ് നോട്ട് ഇല്ലീഗൽ, ഇറ്റ് ഈസ് ലീഗൽ. അതിന് കാരണം നമ്മളിപ്പോ കമ്പനി ഉണ്ട് ഇവിടെ, ദാറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ ദാറ്റ്. കമ്പനീന് നമുക്ക് അത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, അത് എങ്ങനെ ചെയ്യാൻ, അത് ചെയ്യാനുള്ള ഫുൾ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക്. സോ ഐ ഡോണ്ട് തിങ്ക് അതിന് ഇല്ലീഗൽ ആയിട്ടൊന്നുമില്ല, വി ക്യാൻ ഡു ദാറ്റ്. അത് നമ്മൾ ലാൻഡ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോണ കാര്യങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. എന്നിട്ട് അവര് ആൻഡ് ഫോർ എ ലാൻഡ് ലോഡും ഓർ ഏജന്റ് ഒരു നോർമൽ ടെനന്റിന് കൊടുക്കുന്നതിനേക്കാൾ ബെനിഫിറ്റ് ആണ് നമുക്ക് തരുന്നത്. അതാണ് നമുക്ക് പെട്ടെന്ന് പ്രോപ്പർട്ടി കിട്ടാനുമായിട്ടുള്ള വേറെ റീസൺ. കാരണം ഒരു ടെനന്റിന് കൊടുക്കുമ്പം ടെനന്റ് ആക്ച്വലി ആ പ്രോപ്പർട്ടി കയറി കഴിഞ്ഞാൽ ടെനന്റ് റൈറ്റ് ഉണ്ടോന്ന്, ഇതൊരു ബിഗ് സംഭവമാണ് കേട്ടോ. ടെനന്റ് റൈറ്റ് ഇത് മോന്റെ 1% ക്ലബിൽ കയറുന്ന ശേഷമുണ്ട് ഞാൻ പഠിക്കുന്നത്. ടെനന്റ് റൈറ്റ്സ് ഉണ്ട്, ബട്ട് ആസ് എ ബിസിനസ് യു ഡോണ്ട് ഹാവ് ലൈക്ക് ദർ ഇസ് നോ റൈറ്റ് ഫോർ us. സോ നമ്മളൊരു റെന്റ് പേ ചെയ്തിട്ടില്ലെങ്കിൽ ലാൻഡ് ലോഡിന് നമ്മൾ ഈസിലി കിക്ക് ഔട്ട് ചെയ്യാം പ്രോപ്പർട്ടി. നമ്മളെ ഒരു നോ എന്താ പറയാ റീസൺസ് ഗിവൺ ഓർ ഒന്നും ചെയ്യണം. പക്ഷെ ടെനന്റ് റൈറ്റ്സ് ഉണ്ട്. സോ ടെനന്റ് റൈറ്റുമായിട്ട് പോയി കഴിഞ്ഞാൽ ലാൻഡ് ലോഡിന് എന്താ പറയാ ലീഗലി കുറെ പ്രശ്നങ്ങളുണ്ടാവും, ലീഗലി കുറെ ടൈം എടുക്കും. ആൻഡ് ഐ ഹേർഡ് എന്നെ പറഞ്ഞിട്ടുണ്ട് കുറെ പേര് ഇപ്പോഴും എത്രയോ വർഷമായിട്ട് റെന്റ് ഒന്നും കിട്ടാതെ റെന്റ് ഔട്ട് ആ പ്രോപ്പർട്ടി റെന്റിന് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ റെന്റ് ഒന്നും കിട്ടുന്നില്ല, ബിക്കോസ് ദേ ഹാവ് ടെനന്റ് റൈറ്റ് ആൻഡ് ദേ ഹാവ് പ്രൂവ്ഡ് ദാറ്റ് അവരെ ഇൻകം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. വേറാസ് കമ്പനി ആകുമ്പോൾ അവരെ കിക്ക് ഔട്ട് ചെയ്യുന്നതിന് എളുപ്പം. അപ്പൊ നമ്മള് ലാൻഡ് ലോണിനെ വിളിക്കുമ്പോഴൊക്കെ ഇതൊക്കെ ആയിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് വി കീപ് ദ പ്രോപ്പർട്ടി വെരി ക്ലീൻ. അത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യും. എസ്പെഷ്യലി Airbnb ഒക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ, ഞാൻ മെനഞ്ഞാന്നാണെന്ന് തോന്നുന്നു മോന്റെ അടുത്ത് പറഞ്ഞു, ഒരു ഗസ്റ്റ് ഒക്കെ വന്നിട്ട് ക്ലീൻ ആണ് പക്ഷെ അവര് ക്ലീൻ അല്ല എന്ന് പറഞ്ഞാൽ അറിയും പോവാൻ. അപ്പം അങ്ങനത്തെ ആൾക്കാരാണ് വരെ. അപ്പൊ നമ്മളെ ഡ്യൂട്ടിയാണ് ആ പ്രോപ്പർട്ടി അത്രയും ക്ലീൻ ആണെന്ന് മേക്ക് ഷുവർ ചെയ്യാൻ. അപ്പൊ അതൊക്കെ നമ്മള് ലാൻഡ് ലോഡിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ലാൻഡ് ലോഡിന് നോക്കുമ്പോൾ ഒരു ടെനന്റ് കയറി കഴിഞ്ഞാൽ ക്ലീനും ആയിരിക്കത്തില്ല, അവര് തോന്നിയവരായിരിക്കും കീപ്പ് ചെയ്യാൻ. ടെനന്റ് റൈറ്റ് ഉണ്ട്, ഇറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ലാൻഡ് ലോഡ് ഹാപ്പി ഫോർ ഗിവിംഗ് ടു എ കമ്പനി താൻ എ ടെനന്റ്. അപ്പോൾ സാലിനപ്പോൾ സാലിൻ്റെ കമ്പനി ആ ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് സാലിൻ്റെ കമ്പനി ലാൻഡ് ലോഡിന് റെൻറ്റ് കൊടുക്കുന്നല്ലേ പറഞ്ഞത്. സാല് അത് എങ്ങനെയാണ്, എന്തായിട്ടാണ് ആ പ്രോപ്പർട്ടി റൺ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൽ നിന്ന് സാലിന് ഇൻകം കിട്ടണമെങ്കിൽ, അത് കണക്ക് മറ്റൊരാൾക്ക് ചെയ്യണമെങ്കിൽ എന്താണ് അവർ ചെയ്യേണ്ടത്? നമ്മളിപ്പം നമ്മൾ ആ പ്രോപ്പർട്ടി എടുത്തത് കമ്പനിയുടെ പേരിലാണ്, നമ്മളെ പേരിലല്ല, കമ്പനിയുടെ പേരിലാണ് ആ പ്രോപ്പർട്ടി എടുക്കുക. ആൻഡ് ദ കമ്പനി നമ്മൾ ലിമിറ്റഡ് കമ്പനി ആയിരിക്കും എടുക്കുക. And then കമ്പനിയാണ് റെന്റ് പേ ചെയ്യാൻ, നമ്മളായിട്ട് ബന്ധമില്ല. ആൻഡ് ദ ഇൻകം ദാറ്റ് വി മേക്ക്, സോ ലെറ്റ്സ് സേ at the moment the property is 1025 ആണ് റെന്റ് ഇൻക്ലൂഡിംഗ് ബിൽസ്. ചിലത് ഇൻക്ലൂഡിംഗ് വരും, എക്സ്ക്ലൂഡിംഗ് ബിൽസും വരും. ഇത് നമ്മളിപ്പോ എന്റെ പ്രോപ്പർട്ടി ഇൻക്ലൂഡിംഗ് ബില്ലാണ്. അപ്പം 1025 ആണ് റെന്റ് എങ്കിൽ അത് മാത്രമാണ് നമ്മൾ പേയ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത്. whatever other amount that we make is our profit. അപ്പൊ എങ്ങനെയാണ് സാലി അത് ലെറ്റ് ഔട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് സാലിന് കൂടുതൽ ഇൻകം കിട്ടുന്നത്? ആ റെന്റ് എങ്ങനെ കൊടുക്കും? ഞാനിപ്പോ ചെയ്യുന്ന റെന്റ് എസ് ആണ്, സർവീസ് അക്കോമഡേഷൻ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതിലിപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം Booking.com, Airbnb, അങ്ങനെ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിലെല്ലാം നമ്മൾ ഇത് പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യും. നമ്മൾ ഈ പ്രോപ്പർട്ടി എടുത്തിട്ട് വി സ്റ്റേജ് ദ പ്രോപ്പർട്ടി, മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ, ആൻഡ് ദെൻ വി ലിസ്റ്റ് ഇറ്റ് ഇൻ Airbnb, Booking.com ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് ഡെയിലി ബുക്കിംഗ്സ് ആയിട്ട് കൊടുക്കുമല്ലേ? ഡെയിലി ബുക്കിംഗ്സ് ആയിട്ട് കൊടുക്കും. അപ്പൊ ഡെയിലി ബുക്കിംഗ്സ് ആയിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പം ഈ വന്ന ഗസ്റ്റ് വന്നത് ഇസ് ഫ്രം ജപ്പാൻ എന്ന് വന്നത്. അത് ബർമിംഗ്ഹാമിലായോണ്ട് ബർമിംഗ്ഹാമിലെ യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്. ഒരു എന്താ പറയാ ആവശ്യത്തിന് അവര് യൂണിവേഴ്സിറ്റി ആയിട്ട് എന്തോ ഇതിനായിട്ട് പ്രൊഫസർ വന്നിട്ട് സ്കോളർ സംതിങ് ആണ്. അപ്പൊ അതിനെന്താ ആവശ്യത്തിന് 44 days ബർമിംഗ്ഹാമിലുണ്ടായിരുന്നു. അതിനുവേണ്ടി ബുക്ക് ചെയ്തിട്ട് അന്ന് 44 നൈറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആള് തിരിച്ചു പോയി. ഓക്കെ, അപ്പോൾ ഈ ഒരു 44 ഡേയ്സിലത്തേക്ക് അവർ വരുമ്പോൾ അവർക്ക് വാടകയ്ക്ക് ഒരു വീട് കിട്ടത്തില്ലല്ലോ അല്ലേ?
കാരണം വാടകയ്ക്കാണെങ്കിൽ ലോങ് ടേം ആണല്ലോ കൊടുക്കുന്നത്. അപ്പം ഷോർട്ട് ടേം ആയിട്ട് കുറച്ച് കാലമായിട്ട് നിൽക്കാനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സാലിൻ്റെ പ്രോപ്പർട്ടി ഇത് അവൈലബിൾ ആയിരിക്കും. അപ്പം ബാക്കി ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ അങ്ങനെ ആ ഒരു പർപ്പസിന് ചെയ്താൽ നല്ലതായിരിക്കും അല്ലേ? നമ്മളിപ്പം ബാക്കി ഇപ്പം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ആസ് എ സ്റ്റുഡന്റ് ഒക്കെ നമ്മൾ വന്നപ്പോഴും ഒരു പ്രോപ്പർട്ടി എടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. കാരണം അത് നമ്മള് സ്ക്രീൻ ചെയ്ത് നമുക്ക് എന്താ പറയാ നമുക്ക് ആ എമൗണ്ട് അടയ്ക്കാൻ പറ്റുമോ, റെന്റ് നമുക്ക് പേ ചെയ്യാൻ പറ്റുമോ, നമ്മള് ക്രെഡിറ്റ് ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോ നമുക്കത് ലൈക്ക് ചില പ്രോപ്പർട്ടികൾ ആ കാരണത്താൽ നമുക്ക് കിട്ടാതെ വരും. സോ കുറച്ച് സ്ട്രഗിൾ. അപ്പം ഒരു 44 നൈറ്റിനൊക്കെ വരുന്ന ആൾക്ക് they don't want to be bothered about bills, they don't want to be bothered about let's say whatever other things that comes along with the property. ഇവിടെ വൈഫൈന്റെ ബില്ല് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊന്നും ബോധേഡ് ആവാതിരിക്കും. അപ്പം അവർക്കാകെ വേണ്ടത് എല്ലാം ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഹോട്ടലിൽ പോയാലും ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ യു ഡോണ്ട് ഗെറ്റ് ദ ഹോൾ. ഇപ്പൊ ഒരു റൂമും ഒരു വാഷ്റൂമും മാത്രമായിരിക്കും ഒരു ഹോട്ടൽ റൂമിൽ കിട്ടുള്ളൂ. ഞാൻ ചെയ്യുന്ന ഇതില് ഇറ്റ്സ് ബിക്കോസ് ഒരു വീട് തന്നെയാണ് നമ്മൾ കൊടുക്കുക. അതിനകത്ത് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനവും അതിനകത്ത് കൊടുക്കും. വിച്ച് നമ്മള് അതിനകത്ത് വാഷിംഗ് മെഷീൻ ഉണ്ടാവും, ഓൾ കൈൻഡ് ഓഫ് യൂട്ടൻസിൽസ്, കട്ട്ലറീസ്, എവറിത്തിങ്, പ്ലേറ്റ്സ്, ഓവൻ, ടവൽസും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഫുൾ ക്ലീൻ ആക്കി എല്ലാമായിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഗസ്റ്റ് വന്നു, ഈ 44 നൈറ്റിന് ഈ ഗസ്റ്റ് വന്ന ആൾക്ക് വേറെ ഒന്നും അറിയണ്ട, അയാൾ വന്നു, എല്ലാം അവൈലബിൾ ആ വീട്ടിൽ, ഒന്നിനുമായിട്ട്. ആൻഡ് വാട്ട് എവർ ഹി നീഡ്സ് വിൽ ഗെറ്റ് ഇറ്റ് ഫോർ ഇറ്റ്. അങ്ങനത്തെ ഒരു സർവീസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പം അതിന്റെ റെന്റ് വെച്ച് നമ്മൾ പെർ നൈറ്റ് ഇവിടെ ഒരു ഹോട്ടലിന് ചാർജ് ചെയ്യുന്നത് അറൌണ്ട് 90 പൗണ്ടിന്റെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു നൈറ്റിന് ഒരു റൂം നമ്മളും അതേ റേറ്റ് ആണ് കൊടുക്കുന്നത്. പക്ഷേ യു ഗിവ് എക്സ്ട്രാ കിച്ചനും അതും ഇതും എല്ലാം. എക്സ്ട്രാ സോ ഫുഡ് ദേ പ്രിഫർ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ അങ്ങനത്തെ ബെനിഫിറ്റ് ആണ് നമ്മൾ കൊടുക്കുക. അപ്പൊ അങ്ങനെ വരുമ്പം ഒരാള് റെന്റിന് നോക്കുമ്പോഴത്തേക്കും ഐ മീൻ രണ്ട് രീതിയിൽ നോക്കുന്നവരുണ്ട്. ചിലർക്ക് ഹോട്ടൽ റൂം മാത്രം മതി. പക്ഷെ ഇങ്ങനെ വരുന്നവർക്ക് ലൈക്ക് 44 നൈറ്റിനൊക്കെ വരുന്നവർക്ക് ഹോട്ടൽ റൂമിൽ നിന്ന് കാര്യം, കാരണം പുറത്തുനിന്ന് ഫുൾ ഡേ പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് കഴിക്കേണ്ടി വരും. അത് ആരും താല്പര്യപ്പെടത്തില്ല. അപ്പൊ എല്ലാവർക്കും കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം. അതായത് അതുകൊണ്ട് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡിന്റെ യൂട്ടൻസിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ they will 100% be interested in taking our property. അതിന്ന് അവര് തരുന്ന എമൗണ്ട് സാലറി എടുത്തിട്ട് ആൻഡ് ദെൻ യു പേ ദ ലാൻഡ് ലോർഡ് അല്ലേ? ഇപ്പം അതിന്ന് വന്നേക്കുന്ന റെന്റ് 3200 സംതിങ് ആണ് വന്നത്. അതിന്ന് നമ്മൾ 1025 അവർക്ക് കൊടുക്കും. പിന്നെ ഇതിനകത്തൊരു ക്ലീനിങ് ഫീ ഉണ്ട്. നമ്മൾ ഓരോ ആള് വന്ന് പോകുമ്പോഴും നമ്മൾ അത് ക്ലീൻ ചെയ്യും. അപ്പൊ അതിനൊരു ഒരു 1 ബെഡ് ആണെങ്കിൽ 35 to 40 പൗണ്ട് ആയിരിക്കും ഒരു ക്ലീനിങ് ഫീ. അതും എന്താ പറയാ ഗസ്റ്റ് തന്നെ ആയിരിക്കും പേ. അത് തന്നെ ഗസ്റ്റ് പേ ചെയ്യും. അത് കാരണം ഇൻക്ലൂഡഡ് ആയിരിക്കും ഇതിന്റെ കൂടെ 3025 പ്ലസ് 40 പൗണ്ട് ആയിരിക്കും. അപ്പൊ അത് ആ 40 പൗണ്ട് അവര് പേ ചെയ്തിട്ടായിരിക്കും പോവാ. ഇറ്റ്സ് ഈസിയർ ഫോർ us to ലൈക്ക് നമുക്ക് വേറെ അഡീഷണൽ എക്സ്പെൻസ് ക്ലീനിങ്ങിന് വരുന്നില്ല. ആകെ വരുന്ന 1025 എന്നുള്ള എമൗണ്ട് നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. ബാക്കി നമ്മളെ പ്രോഫിറ്റ്. ശരിയാ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഇപ്പോൾ ലെറ്റ്സ് സേ വേറൊരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഹൗ മച്ച് മണി ഡു യു തിങ്ക് ഓൺ ആവറേജ് എല്ലാ മാസവും നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഇങ്ങനൊരു സ്ട്രാറ്റജി? പ്രോപ്പർട്ടി നമ്മളെടുത്ത് നമ്മൾ എയർബിഎൻബി, Booking.com അതിനകത്തൊക്കെ ഇട്ട് നമ്മൾ ലാൻഡ് ലോഡിന് റെൻറ്റ് കൊടുത്ത് ബാക്കി നമുക്ക് ചില മാസങ്ങൾ ബുക്കിംഗ് കൂടും, ചില മാസം ബുക്കിംഗ് കുറവായിരിക്കും. അപ്പം ഒരു വർഷത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹൗ മച്ച് മണി ഡു യു തിങ്ക് നമുക്ക് ആവറേജ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നത് പെർ മന്ത്? ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോപ്പർട്ടി ആണ്. ലൈക്ക് ഞാൻ അതുകൊണ്ട് ഇനി എടുക്കുമ്പം ഐ എം ഓൺലി ഫോക്കസിങ് ഓൺ 2 bed properties if I am taking an essay for an essay. 2 bed property ആകുമ്പം you can charge more number of people. That means more nightly rate കൂടുതൽ എടുക്കാം. And because it's 2 bed ഒരൊറ്റ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഒരു ഹോട്ടൽ റൂം എടുക്കണമെങ്കിൽ അവര് 90 പൗണ്ടിനേക്കാൾ കൂടുതൽ എന്തായാലും എടുക്കണം. സോ 2 bed ആകുമ്പോൾ 180 പൗണ്ട് ആവും. നമ്മൾ പെർ നൈറ്റ് ഒരു 120-130 എടുക്കും ബാലൻസ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കൂടുതൽ ഒരു ലെറ്റ്സ് സേ ഒരു 8 people ഒക്കെ വരുന്നവർക്ക്
നമ്മളെ പ്രോപ്പർട്ടി അവരെടുക്കാൻ നിൽക്കുള്ളൂ, മറ്റേതിൽ പോകത്തില്ല. കാരണം 8 people ഉണ്ടെങ്കിൽ 3 bedroom എടുക്കണം അവര്. അപ്പൊ അതുകൊണ്ട് പക്ഷെ സിംഗിൾ ബെഡ് ആവുമ്പോ ഇപ്പൊ എന്റേത് സിംഗിൾ ബെഡാണ്. സിംഗിൾ ബെഡ് ആവുമ്പോഴത്തേക്കും ഒരു റഫ്ലി ഇപ്പം എന്റെ ഇതില് എനിക്ക് ഒരു ആവറേജ് എങ്ങനെ പോയാലും ഒരു 500 above പ്രോഫിറ്റ് കിട്ടണം. ആവറേജ് ഇങ്ങനെയൊക്കെ നോക്കിയാല് ഫുള്ളി നോക്കി ഒരു ഇയർ ഫുള്ള് എടുത്ത് നോക്കി. അപ്പോൾ യു തിങ്ക് ഒരു ആവറേജ് ഒരു 500 pound വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒപ്പിക്കാൻ പറ്റുമല്ലേ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന്, ഒരു 1 bed പ്രോപ്പർട്ടി? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം മോർ ദാൻ 500 പറ്റും. ആൻഡ് സാലി, ഇപ്പം നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്വിയസ്ലി നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ ചിലപ്പം നമ്മൾ തന്നെ മാനേജ് ചെയ്യുകയാണെങ്കിൽ വിൽ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ്, അങ്ങനെ കുറച്ച് ക്ലീനറുമായിട്ട് മെസ്സേജ് ചെയ്യുന്ന അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഈ 1 മാസം ചെയ്യുന്ന ഈ മാനേജ്മെൻറ്റ് ആസ്പെക്റ്റിന് വേണ്ടി സാല് സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈം, ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് ഈ ഒരു 500 pound വർത്താണോ അല്ലയോ? ഡെഫിനറ്റ്ലി വർത്താണല്ലോ അല്ലേ? അപ്പം ഈ നമ്മളിപ്പോൾ ഒരു 500 pound നമുക്കൊരു ജോലി ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഇടുന്നൊരു എഫേർട്ടും, സാലി ഇപ്പം ജസ്റ്റ് ഇപ്പം യു ജസ്റ്റ് took 2 minutes കുറച്ച് നേരത്തെ just do a message and then you'll be making not 500 this time, quite a bit more this time. അപ്പം how would you compare ജോലി ചെയ്ത് 500 pound കിട്ടുന്നതും ഈ ഒരു ഫോണിൽ കൂടെ കുറച്ച് മെസ്സേജൊക്കെ അയച്ച് 500 pound കിട്ടുന്നതായിട്ട് how would you like to compare and what would you like to say? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പൊ ആ എക്സാമ്പിളില് ഫുൾ ആൻസർ അതിനകത്ത് കിട്ടും. ദ വർക്ക് ദാറ്റ് ഐ എം ഡൂയിങ്, അപ്പം ഞാൻ മറ്റടുത്ത് വർക്ക് ചെയ്യുന്നത് ഞാൻ ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ. അപ്പം ഞാൻ അവിടെ പോയി വർക്ക് ചെയ്ത് ലൈക്ക് 9 to let's say 5 അല്ലെങ്കിൽ 6 അങ്ങനെ ആയിരിക്കും അതിൻ്റെ ടൈമിങ് പോകുന്നു. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് 6 days പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മേ ബി ഐ മേക്ക് റഫ്ലി like let's say 2,000 pound നമ്മൾ ഉണ്ടാക്കുന്നു വിചാരിച്ചു. ഐ എം സ്പെൻഡിങ് ലൈക്ക് 10 hours a day every day, എല്ലാ ദിവസവും 6 days 10 hours ആകുമ്പോൾ 60 hours ആണ് ഞാൻ അതിന് സ്പെൻഡ് ചെയ്യുന്ന ടൈം. ആൻഡ് ഐ എം മേക്കിംഗ് 2,000 pound. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ പറയാം. വേറാസ് ഞാൻ ഇപ്പം ഇത് 2,000 pound a month ഫോർ 60 hours a day എന്ന് പറയുമ്പോഴത്തേക്കും, അല്ല 60 hours a week. അപ്പം അത് 4 ആകുമ്പം 240 hours അങ്ങനെ എന്തോ ആണ് ചെയ്യുന്നത് റഫ്ലി. When it comes to property, I'm nowhere near the property. ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ എൻ്റെ മറ്റേ വർക്കിലാണ് ഞാൻ ചെയ്യുന്നത്, കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇവിടത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിപ്പുണ്ട്. ക്ലീനേഴ്സിന് ക്ലീനർ വരുന്നുണ്ട്, പോകുന്നുണ്ട്, അതും ഗസ്റ്റ് ആണ് പേ ചെയ്യുന്നത്. doesn't have to bother me. ചാവി എടുക്കാനായിട്ട് ഞാൻ പോകണ്ട. ചാവിയുടെ ഇൻഫർമേഷൻ ലോക്ക് ബോക്സ് ആയിട്ട് സാധനം അവിടെ വെച്ചിട്ടുണ്ട്, അത് ഗസ്റ്റ് വന്നെടുക്കും. ആരാണേലും വന്ന് അവിടെ നിന്ന് ചാവി എടുത്ത് അവർ കയറിക്കോളും. ഞാൻ ആകെ ചെയ്യാനുള്ളത് അവർക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോണിലെടുത്ത് മെസ്സേജ് ചെയ്യുക, ഇന്ന സമയത്ത് നിങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യാം, ഇന്ന സമയത്ത് നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം. അത് മാത്രമേ എനിക്ക് വരുന്നൊരു വർക്കുള്ളൂ. ഐ മേഡ് ഒരു മാസം 44 നൈറ്റില് 3,200 pound ഉണ്ടാക്കി. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ the amount of time you are putting on the other one is like എന്താ പറയാ, സ്ലൈറ്റ്ലി പാസീവ് ആണ്. മറ്റത് we have to be there. മറ്റേ വർക്ക് ഇതില് നമ്മളവിടെ ഇല്ലെങ്കിലും, ഞാൻ നേരത്തെ ആദ്യം ഇനിഷ്യലി പറഞ്ഞ കാര്യം, ഒരു പ്രോസസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നടന്നോളും. നമ്മളവിടെ ആവശ്യമില്ല. അതെ. സോ ഞാനിപ്പം ഈ ഒരു കാര്യം ഞാൻ നേരത്തെ മനസ്സിലാക്കിയായിരുന്നു. ഈ UK ഈ പ്രോപ്പർട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ ഒബ്വിയസ്ലി എനിക്ക് തന്നെ മാനേജ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. കാരണം എനിക്ക് പഠിക്കണം. കാരണം പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഔട്ട്സോഴ്സ് ചെയ്യാം, മാനേജ് ചെയ്യാൻ വേറെ ആൾക്കാരെ വെക്കാം. അതാകുമ്പോൾ അവരെന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ എനിക്കറിയാൻ പറ്റും. കാരണം ഞാൻ ചെയ്തിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് മാനേജ് ചെയ്തത്. അപ്പം മാനേജ് ചെയ്ത് കഴിഞ്ഞ് ഔട്ട്സോഴ്സ് ചെയ്തൊക്കെ തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായത്, ഇഫ് ഐ എം നോട്ട് റിയലി ഡൂയിങ് എനിത്തിങ് ഐ ക്യാൻ ട്രാവൽ വേണമെങ്കിൽ, ലൈക്ക് UK തന്നെ നിൽക്കണമെന്നില്ല. അപ്പം ഇതെനിക്കറിയായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര പേടി, എന്തായിരിക്കും പറ്റുന്നത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ നാട്ടിലോട്ട് വരാൻ തീരുമാനിച്ചു. ഞാൻ എല്ലാ വർഷവും നാട്ടിൽ വരുന്നതാണ്, വൺസ് ഞാൻ നാട്ടിൽ വരുന്നതായിരുന്നു. അങ്ങനെ ഞാൻ പ്രോപ്പർട്ടി സെക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് വരാനടുത്ത് ആകെ ടെൻഷൻ. ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ട്
എക്കോണമി ആയിരുന്നു ഫ്ലൈ ചെയ്യുന്നത്. ഞാൻ ഇൻ്റർനെറ്റിന് പേയ്മെൻറ്റ് ചെയ്യാൻ മേക്ക് ചെയ്തു ചെറിയൊരു എമൗണ്ട്. മെസ്സേജ് ചെയ്യാൻ മാത്രം പറ്റും, വീഡിയോസ് ഒന്നും കാണാൻ പറ്റില്ല, മെസ്സേജ് ചെയ്യാൻ മാത്രം. നെറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബുക്കിംഗ് വന്നു. ആ ബുക്കിംഗ് ഇൻസ്റ്റൻറ്റ് ബുക്കിംഗ് ആയിരുന്നു. സോ ഐ ഹാവ് ടു അക്സെപ്റ്റ് ഫോർ ദ ഗസ്റ്റ് ടു ചെക്ക് ഇൻ. അങ്ങനെ ഞാൻ വിളിച്ചു. അപ്പോൾ ഒന്നും കൂടെ ടെൻഷനായി. അയ്യോ, ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ നെറ്റ് ഇപ്പോൾ ചെയ്തില്ലായിരുന്നെങ്കിൽ ആ ബുക്കിംഗ് നഷ്ടപ്പെട്ടേനാ. അത് കണക്ക് കറക്റ്റ് സമയത്ത് ഫ്ലൈറ്റ് ഇരുന്നപ്പോൾ തന്നെ ആ ഗസ്റ്റ് ഹീറ്റർ അടിച്ചു പോയി, വർക്കാവുന്നില്ലെന്ന് വീട്ടിൽ. അങ്ങനെ ആകെ ടെൻഷനായി. പക്ഷേ ഞാൻ സംഹൗ മാനേജ്. ഞാൻ ക്ലീനറെ കോൺടാക്ട് ചെയ്തു, കോൾ ഔട്ട് വിളിച്ചു, ഇലക്ട്രീഷ്യനെ അറേഞ്ച് ചെയ്തു, എല്ലാം ഫ്ലൈറ്റ് ഇരുന്നുണ്ട്. ഇതെല്ലാം ചെയ്തു. ആ ബുക്കിംഗ് അക്സെപ്റ്റ് ചെയ്ത് എനിക്ക് ബുക്കിംഗ് വന്നു. ഒരു 750 പൗണ്ട് ഫ്ലൈറ്റ് ഇരുന്ന് അക്കൗണ്ടിൽ കയറി. എനിക്ക് കയറിയില്ല, ഐ മീൻ ബുക്കിംഗ് കിട്ടി. അങ്ങനെ ഒരു മിക്സ്ഡ് ഇമോഷൻസ് ആയിരുന്നു എനിക്ക്. എന്നിട്ട് അതെ, എന്നിട്ട് വീടെത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് വന്നു. ഗസ്റ്റ് രാത്രി 10 മണിക്ക് ചെക്ക് ഇൻ ചെയ്യുന്നു. 10 മണി എന്ന് പറഞ്ഞാൽ എനിക്ക് 11, 12, 1, 2, 3 രാത്രി 3:30 ചെക്ക് ഇൻ ചെയ്യുന്നു. അവിടെ വന്നിട്ട് താക്കോലെടുക്കാൻ പറ്റുന്നില്ല എന്ന്. താക്കോലവിടെ കീ സേഫിലുണ്ട്. അതിങ്ങനെ കറക്റ്റായിട്ട് ആക്കണം. കാരണം നമ്മൾ ആ കോമ്പിനേഷൻ എക്സാക്ട്ലി പ്രിസൈസ് ആണെങ്കിൽ ചിലപ്പോൾ വരത്തുള്ളൂ. ഒന്നുമില്ല, ഒന്ന് ട്രൈ ചെയ്താൽ തുറക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടെൻഷൻ. സ്റ്റിൽ അകത്ത് കയറിയിട്ട് ഹീറ്റർ എവിടെയാ, അതെവിടെയാ, വൈഫൈ പാസ്വേഡ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സ്റ്റിൽ അവർ ചോദിക്കുകയാണ്. കാരണം ഞാൻ തന്നെയാണല്ലോ മാനേജ് ചെയ്യുന്നത്. അന്ന് രാവിലെ ഞാൻ ഉറങ്ങിയത് പിന്നെ. എന്നിട്ട് എൻ്റെ ഉറക്കമെല്ലാം പോയി. പക്ഷേ കുറേയൊക്കെ മാനേജ് ചെയ്തു. നെക്സ്റ്റ് ടൈം ഞാൻ UK എത്തിക്കഴിഞ്ഞ് ഞാൻ പിന്നെ ഔട്ട്സോഴ്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ നാട്ടിലേക്ക് വന്നപ്പം നത്തിങ്, നോ മെസ്സേജസ്, നോ ഇഷ്യൂസ്, നത്തിങ് അറ്റ് ഓൾ. പിന്നെ ഞാൻ കുറച്ച് കാലേ നിൽക്കത്തുള്ളൂ കേട്ടോ. ഞാൻ ഒരു 2 വീക്സ് 3 വീക്സ് ഒക്കെ നിന്നിട്ട് ഞാൻ തിരിച്ചു പോകും. പിന്നെ നമുക്ക് നമ്മളെ UK ചെറിയൊരു, എൻ്റെ വൈഫിൻ്റെ ഫാമിലിയിൽ ചെറിയൊരു ഒരു ട്രാജഡി പോലെ നടന്നായിരുന്നു നമ്മളൊരു ഫാമിലി മെമ്പറിന്. അപ്പോൾ അതിനുശേഷം വി ഹാഡ് ടു കം ബാക്ക്. ഒരു ഡിസിഷൻ എടുത്ത് നാട്ടിലേക്ക് 2024 മാർച്ചിൽ, കഴിഞ്ഞ വർഷം 1 ഇയറായി, മാർച്ചിൽ നാട്ടിലേക്ക് അതിന് വേണ്ടിയിട്ട് വരേണ്ടി വന്നു. ആൻഡ് ദെൻ വി സ്റ്റേഡ് ഹിയർ ഫോർ നിയർലി 4 to 5 months നാട്ടിൽ നിന്നു, ഒറ്റയടിക്ക് അങ്ങ് നിന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പം എവറിത്തിങ്സ് ഗോയിങ് വെൽ, ഐ ക്യാൻ സ്റ്റിൽ ഡു തിങ്സ്, ഐ ക്യാൻ മാനേജ്. ആൻഡ് ദെൻ ഐ വെൻ ദുബായ്, ഐ കെയിം ബാക്ക്, ഐ ജസ്റ്റ് കെയിം ടു UK, പിന്നെയും തിരിച്ചു വന്നു. ദെൻ ഐ വെൻ ദുബായ്, ഐ കെയിം ബാക്ക്, നത്തിങ്സ്, നോ ഇഷ്യൂസ്, നത്തിങ്, എവറിത്തിങ് ഇസ് ഐ വുഡ് സേ 95% പാസീവ്. ഐ ജസ്റ്റ് നീഡ് മൈ ഫോൺ, അത്രയേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോഴാണ് ഈ ഒരു ലൊക്കേഷൻ ആൻഡ് ടൈം ഫ്രീഡം ഞാൻ പറഞ്ഞില്ല, ലൊക്കേഷൻ ഫ്രീഡം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയത്. അതുവരെ ഇതൊക്കെ പറ്റുമെന്ന് പറയുന്നുണ്ടായിരുന്നില്ല, ഞാൻ യൂസ് ചെയ്തില്ല, എനിക്ക് പേടിയായിരുന്നു, മനസ്സിലായില്ല. അപ്പം അങ്ങനത്തെ സിനാരി വന്നപ്പം എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റി, എങ്ങനെയാണ്, എന്താണ് ലൊക്കേഷൻ ഫ്രീഡം എന്നുള്ളത്. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാലേ നമുക്കത് അറിയാൻ പറ്റും. അല്ലാതെ നമ്മൾ എനിക്ക് വേണമെങ്കിൽ ഐ ക്യാൻ ക്യാൻസൽ എവറിത്തിങ് ആൻഡ് ദെൻ ജസ്റ്റ് സിറ്റ് സിംപ്ലി വെറുതെ ഒന്നും ചെയ്യാം. പക്ഷേ ഐ ഡോണ്ട് പ്രിഫർ ടു ഡു ദാറ്റ്. എനിക്ക് വർക്ക് ചെയ്യാനാണ് എനിക്കിഷ്ടം, കാരണം എനിക്ക് ഉറക്കം വരത്തില്ല അല്ലെങ്കിൽ. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമ്മൾ ഓരോ സിനാരിയോ കൂടെ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് കണക്ക് നമ്മൾ ഈ പ്രോപ്പർട്ടിയിലോട്ട് കയറിയതും, നമുക്ക് UK വീട് വാങ്ങിക്കാൻ പറ്റിയതും, എന്താ പറയുക, ഈ ടൈം ഫ്രീഡം, ലൊക്കേഷൻ ഫ്രീഡം, ഫൈനാൻഷ്യൽ ഫ്രീഡം എല്ലാം നമ്മൾ എഫേർട്ട് ഇട്ട് പതുക്കെ നമ്മൾ പറ്റുമെന്ന് നമ്മൾ ട്രസ്റ്റ് ചെയ്ത്, എല്ലാം മൈൻഡിലായിരുന്നു കേട്ടോ, എല്ലാം മൈൻഡിലാണ്. അങ്ങനെ നമ്മൾ എഫേർട്ട് ഇട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറ്റും. ഇപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത വഴി UK ചെന്ന് ഈ പറഞ്ഞ വർക്ക് ചെയ്യുന്ന ഒരു സിനാരിയോയിലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കാണും, എന്തെങ്കിലുമൊക്കെ ആക്കാൻ വേണ്ടി. മേ ബി ഒരു 200 പൗണ്ട് എക്സ്ട്രാ കിട്ടാൻ വേണ്ടി ഞാൻ ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കാണും. അപ്പം നമ്മളെ പ്ലാൻ പോലെ ആയിരിക്കത്തില്ല, ദേർ ആർ ഓൾവേസ് ബെറ്റർ പ്ലാൻസ്. അപ്പോൾ നമ്മളെ പ്ലാൻസ് നടന്നില്ലെങ്കിലും ജസ്റ്റ് ബി ഹാപ്പി, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം സാലിന് വാട്ട്സ് യുവർ പ്ലാൻ ഫോർ ദ നെക്സ്റ്റ് 5 years? ഒരു അടുത്ത 5 വർഷത്തിൽ സാലിന് ഒരു വാട്ട്സ് യുവർ പിക്ചർ? എന്താണ് സാലി ഇപ്പോൾ കാണുന്നത്? എന്തിലേക്കാണ് സാലി ആക്ച്വലി വർക്ക് ചെയ്യുന്നത്? The first picture is ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം. The first thing is I want to retire my dad from his business. So and I want to look after him and more. അതാണ് ഫസ്റ്റ് ഗോൾ ചെയ്യാനുള്ളത്. Then like you said,
ഐ എം ഓൾസോ ലുക്കിംഗ് ഫോർ ഫിനാൻഷ്യൽ ഫ്രീഡം ആൻഡ് ട്രാവൽ ഫ്രീഡം. എപ്പോൾ വേണോ പോകാനും വരാനും പറ്റണം, ആ ഒരു സ്റ്റേജിൽ എത്തണം ഞാൻ. ആൻഡ് ദാറ്റ്സ് നോട്ട് ഫാർ. അത് തന്നെയാണ് ഇൻഷാല്ലാ. അപ്പം അതിനു വേണ്ടിയാണ് നെക്സ്റ്റ് 5 years എങ്ങനെയാണെങ്കിലും, നെക്സ്റ്റ് 5 years ഒന്നും എടുക്കരുതെന്നാണ് എന്റെ ഇതിൽ, അതിനും ആക്കണം എന്നാണ്. ഹോപ്പ്ഫുള്ളി അവിടെ എത്തണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അത് എനിക്ക് വെൻ ഐ ടോക്ക് ടു സമൺ, ഞാൻ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്ന ഒരാളാണ്. ഇഷ്ടം പോലെ മീറ്റിങ്ങും ചാറ്റിൽ കൂടെയും അതും ഇതും ഒരുപാട് ആൾക്കാരെ ഡീൽ ചെയ്യുന്നതാണ്. സോ എനിക്കറിയാം ഒരാളോട് സംസാരിക്കുമ്പം അവരുടെ പൊസിഷൻ എന്താവും, അവരെന്താ ചെയ്യുന്ന ആക്ഷൻസ്, അവരെത്ര ഡെഡിക്കേറ്റഡ് ആണ്, അവരെത്ര എഫേർട്ട് ഇടുന്നുണ്ട്, അവരിപ്പോൾ കറൻലി എന്തൊക്കെ ചെയ്യുന്നത്, എന്തിനാണ് കൂടുതൽ ഇപ്പം ഇഫ് യു ജസ്റ്റ് ലുക്ക് അറ്റ് യുവർ ആക്ടിവിറ്റീസ് ത്രൂ ഔട്ട് ദ ഡേ, എന്തിലാണ് കൂടുതൽ സൈലി തിങ്ക് ചെയ്യുന്നത്, എന്ത് ആക്ഷൻ എടുക്കുന്നത്, ദാറ്റ്സ് ഗോണ ഡെപ്പിക്ട് വാട്ട് യു ആർ ഗോണ ബി ഇൻ ദ നെക്സ്റ്റ് 2-3 years ടൈം. അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. അതിൽ തിങ്ക് ചെയ്ത് ഇങ്ങനെ ആവുമായിരിക്കും അങ്ങനെ ആലോചിക്കാനൊന്നുമില്ല. ഇഫ് യു ആർ ഡൂയിങ് സംതിങ് എവറി ഡേ, അത് തന്നെയാണ് നമ്മൾ റിസൾട്ട്. സംശയമില്ലാത്തൊരു കാര്യമാണ്, മനസ്സിലായില്ലേ? നമ്മളെ മൈൻഡിൽ എന്താണ് അത് തന്നെ ആയിരിക്കും റിസൾട്ട്. അപ്പം അങ്ങനെ ഐ ക്യാൻ സീ യു ഇൻ എ വേ ബെറ്റർ പൊസിഷൻ ഇൻഷാല്ലാ, മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മൾ ഒരാളെ കണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. അപ്പം ഐ എം മോർ ദാൻ ഹാപ്പി ഫോർ യു ബീയിങ് എ പാർട്ട് ഓഫ് അവർ കമ്മ്യൂണിറ്റി വിച്ച് ഇസ് ദ 1% ക്ലബ്. കാരണം എനിക്ക് നല്ല രീതിയിൽ എഫേർട്ട് ഇടുന്ന ഒരാൾ കയറിയാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം അത് എനിക്ക് അറിയാവുന്ന, ഞാൻ പുതിയതായിട്ട് പഠിച്ചത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുമാണെങ്കിൽ ഞാനത് പറഞ്ഞു തന്ന് നിങ്ങളത് കൺസ്യൂം ചെയ്യുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എനിക്കറിയാം ഇത് എന്നെ ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ്. അപ്പം വെറുതെ യൂട്യൂബിലുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞു തന്നൊരു കാര്യമില്ല. അത് യു ക്യാൻ സെർച്ച് ആൻഡ് ഫൈൻഡ് ഇറ്റ് യുവർ സെൽഫ്, മനസ്സിലായില്ലേ? അത് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതൊന്നും. അപ്പം അല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ, മനസ്സിലായില്ല? അപ്പോൾ അത് ഒരാൾ കൺസ്യൂം ചെയ്ത് അതിൽ നിന്ന് റിസൾട്ട് കിട്ടുകയും അവരുടെ ഗ്രോത്ത് കാണാൻ പറ്റിയാൽ, ഇത് ഈ ഒരു മെൻറ്റാലിറ്റി എനിക്ക് പണ്ടില്ലായിരുന്നു. പിന്നെ വെൻ ഐ സോ സം വൺ ഗെറ്റിംഗ് റിസൾട്ട്സ് ഫ്രം വാട്ട് ഐ സെഡ്, അപ്പോൾ ഒരു വേറൊരു ഫീലിംഗ് വരും. ഇത് ഞാൻ നേരത്തെ എൻജോയ് ചെയ്തിട്ടില്ല, അത് മനസ്സിലായി. കാരണം എനിക്കറിയത്തില്ല, ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അത് കാണാൻ നേരത്തെ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്, അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പം ചിലപ്പോഴൊക്കെ എനിക്ക് പറയോ for your problems, the action that you're taking is also faster. Sure. എനിക്ക് ഇപ്പം കാരണം ഞാനിപ്പം ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വിത്തിൻ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ വിത്തിൻ സം ഫ്യൂ അവേഴ്സ് എനിക്ക് അതിനുള്ള റിപ്ലൈ കിട്ടുന്നുണ്ട്. അപ്പം ലൈക്ക് സന്തോഷം. അപ്പം എനിക്കത് എന്നെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. മറ്റത് ഐ എം ഫ്രസ്ട്രേറ്റഡ്, ഒന്നും ആവുന്നില്ലല്ലോ എന്നുള്ളൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ that makes you sleepless, നൈറ്റിൽ സ്ലീവ് ഉറക്കമൊന്നുമില്ല. കാരണം ഇത് എന്താ ഒന്നും ആവുന്നില്ലല്ലോ എന്നുള്ളത്. ബട്ട് റൈറ്റ് നൗ ബിക്കോസ് ഐ എം ഓൾസോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് 1% ക്ലബ്. ബിക്കോസ് എനിക്കിപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഐ എം ലൈക്ക് കുഴപ്പമില്ല, യുനോ, ആ ഒരു സംഭവം കിട്ടും. ദാറ്റ് ഈസ് എ ബിഗ് തിങ്. എനിക്കും ഞാനിത് ഫസ്റ്റ് എനിക്കറിയാൻ പറ്റിയത്, ഞാൻ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്തെങ്കിലും എനിക്കറിയാവുന്ന കാര്യം ഐ ജസ്റ്റ് മേക്ക് വീഡിയോസ്, അത്രയേ ഉള്ളൂ. അപ്പം സമ്മൺ ആസ്ക് മീ സംതിങ്, ഞാനെന്തോ ചാറ്റിൽ കൂടെ ഞാൻ പറഞ്ഞു കൊടുത്തു, ഞാൻ ഐ ഡോണ്ട് സേ ഗിവ് മീ സം മണി ഓൺലി ദെൻ ഐ എം ഗോണ ടെൽ യു. വെൻ സമ്മൺ ആസ്ക് മീ ഐ ജസ്റ്റ് ടെൽ ദം, ഐ ജസ്റ്റ് ഗിവ് ദം ദ റിപ്ലൈ. അതെ അതെ അതെ. അപ്പം അത് ഞാൻ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പറയും, അത്രയേ ഉള്ളൂ. അതിനിപ്പം വലിയ ഡിമാൻഡ് വെക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായില്ലേ? അതിന് നത്തിങ് മച്ച്. അങ്ങനെ ഞാൻ ഈ പറഞ്ഞു വന്നത്, സമ്മൺ ആസ്ക് മീ സംതിങ്, ഞാനൊരു വോയിസ് മെസ്സേജ് 2-3 minutes വോയിസ് മെസ്സേജ് ഞാൻ അയച്ചു കൊടുത്ത്. അക്കാണ്ട് റിമെമ്പർ എന്തായിരുന്നു എന്ന്. ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് ഹീ സെൻഡ് മീ ബാക്ക് എ മെസ്സേജ് സെയിങ്, വലിയൊരു മെസ്സേജ്, ഭയങ്കര താങ്ക് യു, ദിസ് ആൻഡ് ദിസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹി അച്ചീവ് സംതിങ്. ഞാനത് പറഞ്ഞ് അതുപോലെ ചെയ്തുകൊണ്ടാണ് നൗ ഐ ഹാവ് 2 houses, ഐ എം ഗെറ്റിംഗ് റെൻറ്റ്. 2 വീടൊക്കെ വാങ്ങിച്ചു പുള്ളി ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഞാൻ റിപ്ലൈ കൊടുക്കുന്നു. ഐ എം നോട്ട് ഡൂയിങ്, എനിക്കറിയില്ല എന്താ നടക്കുന്നതെന്ന്. പുള്ളി ചോദിക്കുന്നത് ഞാൻ റിപ്ലൈ കൊടുക്കുന്നത്. കുറേ കഴിഞ്ഞിട്ട്, കുറച്ച് പ്രായമുണ്ട് പുള്ളിക്ക്, കുറേ കഴിഞ്ഞ് പുള്ളി മെസ്സേജ്, ഞാൻ 2 വീടൊക്കെ ഇതൊക്കെ വാങ്ങിച്ച് ഇതൊക്കെ സെറ്റായി, ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ടാണ് ഞാൻ ഗൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഗൈഡ് ചെയ്തോ എപ്പം ചോദിച്ച എന്തിനാ, ഞാൻ വോയിസ് മെസ്സേജ് അയച്ചതാണ്. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റും, നല്ലതാണ്, ഭയങ്കര വേറൊരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നത്. അപ്പം അത് ഇപ്പോൾ ഈ ക്ലബ്ബിൽ നിന്ന് എനിക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്.
അത് മുമ്പ് എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു. മുമ്പ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആരെങ്കിലും ചോദിക്കുമ്പോൾ ജസ്റ്റ് സെൻഡ് വോയിസ് മെസ്സേജസോ ടെക്സ്റ്റോ എന്തെങ്കിലും അയച്ചു കൊടുക്കും. അപ്പം ആ ഒരു ഓൺ ദാറ്റ് നോട്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം ഈ സാലിൻ്റെ ആണെങ്കിലും റിസൾട്ട് കാണുന്നതും കൺസ്യൂം ചെയ്യുന്നതും മെയിൻലി എഫേർട്ട് ഇടുന്നത് ടു ഗെറ്റ് ദ റിസൾട്ട്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. അത് ഒരു ഈക്വൽ എഫേർട്ട്, മിനിമം എഫേർട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകുമ്പം ഇറ്റ്സ് ഗ്യാരൻറ്റീഡ്. അത് ഇഫ് യു ആഡ് 1+1+1+1 അത് ദാറ്റ്സ് എ ടോട്ടൽ ഇസ് മോർ എനിവേ. അതിൽ വലിയ കാൽക്കുലേഷൻ ഒന്നും വേണ്ട, മനസ്സിലായില്ലേ? ദാറ്റ്സ് ഇസ് ഗോണ ബി, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളാണെങ്കിൽ സംശയമില്ലാത്തൊരു കാര്യമാണ് ഇൻഷാല്ലാ റിസൾട്ട് കിട്ടുന്നത്, മനസ്സിലായില്ല? അപ്പം ആ ഒരു കാര്യത്തിൽ ഐ എം വെരി ഹാപ്പി ദാറ്റ് യു ആർ ഇൻസൈഡ് ദ ക്ലബ് ആൻഡ് ഓൾസോ യു ആർ കോൺട്രിബ്യൂട്ടിങ്. ബാക്കിയുള്ളവരെയും പറഞ്ഞു കൊടുക്കുന്നത്, കാരണം സാലിന് പറ്റിയ എക്സ്പീരിയൻസസ് നോട്ട് എവറി വൺ ഹാസ് ഇറ്റ്. കാരണം യു ഓൾറെഡി ഹാവ് പ്രോപ്പർട്ടി, യു ഓൾറെഡി മേക്കിംഗ് ഡീസൻറ്റ് മണി അൽഹംദുലില്ലാ. അപ്പോൾ അത് ബാക്കിയുള്ളവരുടെ അടുത്ത് നമ്മൾ ചെയ്യുന്ന കാര്യവും നമുക്ക് പറ്റിയ മിസ്റ്റേക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ചില കാര്യങ്ങളൊക്കെ, മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ അതിനകത്ത് നമ്മളത് അറിയാവുന്ന കാര്യം പറയുമ്പം മറ്റുള്ളവർക്ക് അവർക്ക് അറിയാവുന്ന കാര്യം കൂടി പറയുന്നു, അവരും കൂടെ പറയും. അതെ 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 അതെ. ഇന്നലത്തെ മീറ്റിംഗിൽ തന്നെ അമീൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഹി വാസ് ടെല്ലിംഗ് അബൌട്ട് ഒരു റെന്റിന്റെ അകത്ത് വരുന്ന ഇഷ്യൂസിനെ പറ്റി. മറ്റേ ഓപ്പൺ റെന്റിന്റെ അകത്ത് സ്ക്രീൻ അവർ തന്നെ ചെയ്യുന്നത്. അതെ അതെ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അതെ, there's always something new to learn. ഇപ്പം ഞാനും ഒരുപാട് പഠിക്കുന്നുണ്ട് ഗ്രൂപ്പിനകത്ത്. ഇപ്പം നമുക്ക് HMO ലൈസൻസിങ് ചെയ്യുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളെ ക്ലബിനകത്ത്, മനസ്സിലായില്ലേ? അപ്പം അവർക്കൊക്കെ ദേ ഹാവ് മോർ ആക്സസ്, കൂടുതൽ കാര്യങ്ങൾ അറിയാം. അത് ചെക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാർ, അങ്ങനെ പല പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉള്ളപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്ന, മനസ്സിലായില്ല? അല്ല, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ നോ എവറിത്തിങ്, ഐ എം ഗോണ ടീച്ച് എവരിവൺ, അങ്ങനെയല്ല. ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി, വി ലേൺ ഫ്രം ഈച്ച് അതർ. ആ രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ഐ എം എക്സൈറ്റഡ് ടു സീ യുവർ ഗ്രോത്ത് ഇൻ ദ coming months inshallah, and then we can do another session with your updated version. I'm not saying your finances, with your updated version. കാരണം നമ്മളും ഇതിൻ്റെ കൂടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്സ് ഇഷ്ടം പോലെ വരും ഈ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ നേരത്തെ. നമ്മൾ വിചാരിക്കുന്ന പോലെ പൈസ കിട്ടുക മാത്രമല്ല, നമ്മളും ആസ് എ പേഴ്സൺ ഒരുപാട് ചേഞ്ച് ആവും, നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും. നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യത്തില്ല, പ്രൊഡക്റ്റീവ് ആവും, നല്ല കാര്യങ്ങൾ ചെയ്യും, ബെറ്റർ റിസൾട്ട് കിട്ടാനൊക്കെ വേണ്ടിയിട്ട്. അത് കണക്ക് നമ്മളെ ഫാമിലിയൊക്കെ ആവാൻ നേരത്തെ നമ്മൾ ആ രീതിയിലും എല്ലാം ബെറ്ററായി വരും, മനസ്സിലായില്ലേ? നമ്മൾ ഈ ഒരു ഫോക്കസ് ചെയ്ത് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരാൾ ആവണം, എന്നാലേ ബിസിനസ് ജയിക്കത്തുള്ളൂ, മനസ്സിലായില്ലേ? അത് ചെയ്യുമ്പം ഒബ്വിയസ്ലി ബാക്കി എല്ലാ ആസ്പെക്ട്സും തനിയെ റെഡി ആയിട്ട് വരും. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ഇൻഷാല്ലാ വിൽ ഡു another session very soon, and then you can reintroduce yourself and then talk about your results then, inshallah. Abam, thank you so much for participating. Thank you so much. Thank you so much for having me. No worries, I'm just gonna stop. Yeah, sure.